മാറി ഒന്നും മാറി, the trouble is coming. So you think this, we always think this, okay, the troubles are coming, I don't know what to do. അവിശ്വാസം വാതുറന്ന് വരത്തുള്ളൂ. പിന്നെ അല്ലേലും എനിക്കറിയാം എൻ്റെ ജീവിതം, ഞാൻ എവിടെ പോയാലും എനിക്ക് കഷ്ടകാലം, അല്ലേലും എൻ്റെ ജീവിതം ഇങ്ങനെ, ഞാൻ ജനിച്ച കാലം തൊട്ടേ ഇങ്ങനെയാണ്, പിന്നെ അങ്ങോട്ട് നെഗറ്റീവാ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇത് നിങ്ങൾ വിതയ്ക്കുക, നിങ്ങൾ വായിന്ന് പുറത്തോട്ട് വിതയ്ക്കുക. ആൻഡ് വാട്ട് ഹാപ്പൻസ്? അതിന്റെ ഫലം നിങ്ങൾ തിന്നുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ വേറൊരു വാക്യം കൂടെ ഞാൻ വായിപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഓക്കെ, അതിന്റെ ഇതിന്റെ തന്നെ, അതായത് പ്രോവർബ്സിന്റെ തന്നെ 13:2 പറയുന്നുണ്ട്, തന്റെ വായുടെ ബലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. റിപ്പീറ്റഡ്ലി ഈ വാക്യം പലയിടത്തും പറയുന്നുണ്ട്. റിപ്പീറ്റഡ്ലി ഇറ്റ് ഇസ് സെയിം ദ സെയിം വേർഡ്സ് ഓവർ ആൻഡ് ഓവർ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു വാക്യം കൂടെ വായിപ്പിക്കാം. പ്രോവർബ്സ് ചാപ്റ്റർ 18 വേർഡ്സ് 21. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചു വിടും, ബട്ട് യു ഡോണ്ട് നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. എന്തുവാ? മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അതൊരു വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്യം. എന്തുവാ വാക്യം? യുവർ ടങ് ഹാസ് ദ പവർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. Those who love to talk will eat the fruit of their words. നമ്മൾ അനുഭവിക്കുന്നതിന് ശരിക്കും പറയട്ടെ, this is the thing, wherever I go preach I tell this, most of the times we believers have a tendency to file a case against Satan for every big things that happens in your life. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കോഫി ഇട്ടുകൊണ്ടിരുന്നപ്പോ ഗ്ലാസ് താഴെ വീണ് പൊട്ടി, ഉടനെ പറയും, ഓ പിശാച് തുടങ്ങി. You know what I'm saying? Everything is not Satan actually. Satan അങ്ങനെ ഇങ്ങനെ ഗ്ലാസ് പൊട്ടിക്കുന്നവനല്ല പിശാച്. പിശാചിന് നിന്റെ ഗ്ലാസ് വേണ്ട. ഞാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തലയൊന്ന് ഇടിച്ചു, ആ പിശാചിന്റെ പോരാ. എന്റെ ദൈവം, നീ നോക്കി നടക്കാതെ നിന്റെ തല ഇടിച്ചതിന് പിശാചിനെ എന്തിനാ പറയുന്നു? We have this tendency to blame everything on Satan, and Satan is standing there and saying, hello, I don't want to do anything with you. I only target people who are useful for God. ആദ്യം നമ്മൾ നോക്കണം, നമ്മൾ കർത്താവിന് വേണ്ടി വല്ല ഉപയോഗപ്രദമുള്ളതാണോ? And many people think Satan is behind every Christian. No, he is not. First understand the truth. Satan is not behind every believers. Okay? Satan goes behind people who are very much useful for the Lord. And he know very much useful for the Lord എന്ന് മാത്രമല്ല, അവന്റെ ടെറിട്ടറിക്ക്, അവന്റെ കിങ്ഡത്തിന് ഡേഞ്ചറസ് ആയവരെ ഉള്ളവന് അവൻ ടാർഗറ്റ് ആക്കത്തുള്ളൂ. മനസ്സിലായി? ഞാൻ ഈ പറയുന്ന വാക്ക് കേൾക്കണേ. നിങ്ങൾ ഓൾറെഡി നെഗറ്റീവിനകത്താ, നിങ്ങൾ ഓൾറെഡി വാതുറന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, മീൻസ് യു ആർ ദ ഫ്രണ്ട്സ് വിത്ത് ഹിം. പിന്നെ അവരെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പിശാചിന്റെ വായിന്ന് വരുന്ന എന്തൊക്കെയാ? നെഗറ്റീവ് പറയും. ഹി വിൽ സ്പീക്ക് നെഗറ്റീവ്സ്, കേഴ്സ് വേർഡ്സ്, അല്ലെ? പക, പിണക്കം, അല്ലെ? ഇതൊക്കെ അവന്റെ ഫ്രൂട്ടാ. ഇത് ഓൾറെഡി നമ്മളിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ആർ നോട്ട് ഹിസ് എനിമി, യു ആർ ഹിസ് ഫ്രണ്ട്. സോ അവൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോഴാന്ന് പറയാം നിങ്ങൾ ടാർഗറ്റ് ആവുന്നത്? വെൻ യു സ്റ്റാർട്ട് സ്പീക്ക് ദ ട്രൂത്ത്, വെൻ യു സ്റ്റാൻഡ് ഫോർ ഫെയ്ത്ത്, വെൻ യു സ്പീക്ക് ഫെയ്ത്ത്, വെൻ യു സ്റ്റാൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദ ലോർഡ്, യു വിൽ ബിക്കം എനിമി ഫോർ ഹിം. I hope you're understanding. When you try to come out of darkness and walk with the light, നിങ്ങൾ വെളിച്ചമാകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അവന്റെ കിങ്ഡത്തിന് എനിമിയാവുക. അപ്പോഴേ നിങ്ങളെ ടാർഗറ്റ് ചെയ്തു. ബൈബിളിൽ തന്നെ നോക്കിയാൽ സാത്താൻ വന്ന് ദൈവത്തോട് പെർമിഷൻ മേടിച്ച് ടോർച്ചർ ചെയ്തവരെ എത്ര പേരുണ്ടെന്നറിയോ? ഇയ്യോബ്, ബൈബിളിൽ നമ്മൾ നോക്കി, ഇയ്യോബ് ഉണ്ട്. പിന്നെ ആരെങ്കിലും അറിയോ? ദൈവത്തിന്റെ അടുക്ക വന്ന് പെർമിഷൻ ചോദിച്ചത്. ടൈപ്പ് ചെയ്താലും മതി ചാറ്റിനകത്ത്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ഇയ്യോബിന്റെ ഹിസ്റ്ററി മാത്രമേ അറിയത്തുള്ളൂ. ദൈവം അനുവദിച്ചത് പിശാചിനോട് നീ പോയി ടോർച്ചർ ചെയ്തോ എന്ന്, അല്ലെങ്കിൽ നീ പോയി യു ക്യാൻ ടേക്ക് ദിസ് ചാൻസ് എന്ന് പറഞ്ഞ് ദൈവം പെർമിഷൻ കൊടുത്ത എത്ര പേരുണ്ടെന്ന് അറിയാം ബൈബിളിൽ? ഓൾഡ് ടെസ്റ്റ്മെന്റില് എക്സാക്ട്ലി പോൾ, വെരി ഗുഡ്, പോൾ. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, പീറ്റർ. പക്ഷെ ദൈവം പറഞ്ഞു വേണ്ടെന്ന്. നമ്മൾ ആ പീറ്ററിന്റെ സൈഡിലുള്ള ആൾക്കാർ. വി ആർ ലൈക്ക് പീറ്റർ. Satan വന്ന് ചോദിച്ചു, because Satan knew Jesus was always taking care of Peter and giving the authority. He's training him, and Satan knew God had a master plan about Peter, but he don't know what was his plan.
Satan was trying to, use his weakness. Satan ഇങ്ങനെ നോക്കും ആരെ പിടിക്കണം. ആദ്യം ജൂദായെ പിടിച്ചു നോക്കി. ജൂഡസ് പോയി കഴിഞ്ഞാൽ മനസ്സിലായി ഇവനല്ല, പിന്നെ ആരെയാ, ഏതോ ഒരാള് എന്റെ കിങ്ഡത്തിന് ഹൈലി എനിമി ആയിട്ട് വരാൻ പോയി. 12 പേരിൽ ഒരാൾ വരൂ എന്നറിയും. പക്ഷെ അത് ആരാന്ന് പിശാചിന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഹി വെന്റ് ത്രൂ എവരി 11. But the day when Peter said this, you are the son of God, Jesus said, I'm going to give you this key. എന്തിന്റെ കീയാ? എന്തിന്റെയാ? സഭ പണിയാനുള്ള കീ. അപ്പൊ സേറ്റിന് മനസ്സിലായി ഇവനാണ്. അപ്പൊ വന്ന് പെർമിഷൻ ചോദിക്കാം, ഞാനൊന്ന് പാറ്റിക്കോട്ടെ അവനെന്ന്. അപ്പൊ കർത്താവ് പറയും വേണ്ട, പാറ്റണ്ട, പോവും, പിന്നെ അവൻ ഭൂലോകത്തെ കാണത്തില്ല, പാറ്റണ്ടെന്ന്. നമുക്കൊക്കെ അങ്ങനെ ഒരു എക്സ്ക്യൂസ് കർത്താവ് തരുന്നുണ്ട്. നമ്മളൊക്കെ ഇന്ന് സൂമിന്റെ മുമ്പിൽ ഇരിക്കുന്നു കേട്ടോ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവെ എന്നെ പാറ്റാൻ കൊടുക്കാത്തതിന് നന്ദിന്ന്. പാറ്റാൻ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണത്തില്ല. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ സെഡ്, വെൻ വി സ്പീക്ക് ടു ഫെയ്ത്ത് നമ്മൾ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ബട്ട് വെൻ എ ട്രബിൾ കംസ് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഒരു കഷ്ടത വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ നോക്കണം. ഡു ഐ ഹാവ് ഫെയ്ത്ത്? ഞാൻ ഈ പറയുന്നത് സത്യമാണ്. ഞാൻ പോയി മൈ നെയിം ഈസ് എ ബിലീവർ, മൈ നെയിം ലൈക്ക് ഞാൻ പറയും, വിശ്വാസമൊക്കെ പറയും. ശരിക്കും എനിക്ക് വിശ്വാസം ഉണ്ടോ? ഒരു ട്രബിൾ വന്നാലേ അറിയത്തുള്ളൂ. സോ ഗോഡ് ഇസ് ടെല്ലിങ്, ഇവിടെ പറഞ്ഞ വാക്ക് കേട്ടോ, യുവർ ടങ് ഹാസ് പവർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇവിടെ പറയുന്നില്ല മറ്റൊരാളുടെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലെന്നാ പറയുന്നത്. സോ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആരുടെ കയ്യിലിരിക്കുന്നത്? ടെൽ മീ, ഐ എം ഗോയിങ് ടു ടെൽ യു എ ബിഗ് സീക്രട്ട് ഓഫ് യുവർ ലൈഫ്. ഇന്ന് നിങ്ങൾ ഈ മീറ്റിംഗ് വരുന്ന 30 ഡിവൈസസ് ഉള്ള എല്ലാവർക്കും ഞാൻ വലിയ സീക്രട്ട് പറഞ്ഞുതരാം. യു നീഡ് ബ്ലെസ്സിങ്സ്, യു നീഡ് എ ലൈഫ് ദാറ്റ് ഇസ് പ്രോസ്പറിംഗ് ഇൻ ദിസ് എർത്ത്. ഇവിടെ മാത്രമല്ല, ഇറ്റേണൽ ലൈഫിനെ കുറിച്ചും കൂടെ ഞാൻ പറയുന്നത്. ഇറ്റേണിറ്റി, യുവർ ടങ് ഹാസ് ദ പവർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന. അപ്പൊ നരകത്തിൽ പോകാനും ആര് ഡിസൈഡ് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ജീവനിൽ പോകണമെങ്കിൽ ആര് ഡിസൈഡ് ചെയ്യണം? നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവും. ദിസ് ഇസ് ആക്ച്വലി എ പെർമിഷൻ ഗാഡ് ഇസ് ഗിവിംഗ് യു. യുവർ ടങ് ഹാസ് പവർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. എന്നിട്ട് എഴുതിയിരിക്കുക, ദാറ്റ് നെക്സ്റ്റ് വേർഡ്സ് ഇസ് സോ പവർഫുൾ. Those who love to talk will eat the fruit of their words. Or those who love it, ഇങ്ങനെ മലയാളത്തിൽ എഴുതിക്കുക, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം തിന്നും എന്ന് വെച്ചാൽ എന്തുവാ? ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലവ് ലൈഫ്, ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ജീവൻ പറയും, മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മരണം പറയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജീവൻ, ദോസ് ഹു വാണ്ട് ലൈഫ്, ലൈഫ്, ഐ ആം ദ ലൈഫ് എന്ന് പറഞ്ഞ ആരാ? കർത്താവ്. അതായത് ജീവൻ പറയണമെങ്കിൽ ജീവന്റെ ആള് വിളി വരണം, അല്ലേ? ഇല്ലേ? ജീവനില്ലാത്തവർക്ക് പറയാൻ പറ്റുമോ? സോ ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ട്രൂത്ത്, നിങ്ങൾക്ക് ജീവനെ കുറിച്ച് പറയണം, കർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ കർത്താവ് ആദ്യം ഉള്ളിൽ വരണം. ഉള്ളിൽ നിറഞ്ഞു കവിയുന്നതേ പുറത്തോട്ട് വരത്തുള്ളൂ. ഇഫ് യു ആർ എ പേഴ്സൺ that you have filled your heart with negative thoughts or negative words or negativity, you know what happens? It automatically comes out when a trouble comes. ഒരു ഓറഞ്ച് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഓറഞ്ച് ഓരെങ്കിൽ ലെമൺ എനിത്തിങ്, നിങ്ങൾ അത് സ്ക്യൂസ് ചെയ്ത് എന്താ വരുന്നത്? അതിനകത്തുള്ളത് പുറത്ത് വരുന്നല്ലേ? അകത്ത് ഓറഞ്ച് നീരാണെങ്കിൽ when you squeeze it, it comes out. സെയിം വേ ഒരു സ്ക്യൂസ് വരുമ്പോൾ അറിയാം, ജീവിതത്തിൽ ഒരു പ്രഷർ വരുമ്പോൾ അറിയാം അകത്ത് എന്താണ്. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ദ സിറ്റുവേഷൻസ് ദാറ്റ് യു ആർ ഫേസിംഗ് റൈറ്റ് നൗ. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ട്രബിളിലായിരിക്കും. ടുഡേ യു ആർ ലിസണിംഗ് ടു മൈ മെസ്സേജ്, മേ ബി യു ആർ ഫേസിംഗ് സം ചാലഞ്ചസ് ഇൻ യുവർ ലൈഫ്. തിങ്ക് വാട്ട് വാസ് യുവർ റെസ്പോൺസ് വെൻ യു ഫേസ്ഡ് ഓൾ ദീസ് തിങ്സ്. നിങ്ങൾ ആദ്യം, ഫോർ എക്സാമ്പിൾ, മേ ബി യുവർ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾ അറിഞ്ഞു കാണും, എ മെഡിക്കൽ റിപ്പോർട്ട് ദാറ്റ് യു റിസീവ്ഡ്, ആൻഡ് വാട്ട് വാസ് യുവർ ഫസ്റ്റ് റെസ്പോൺസ്? Was it a negative response or you had that faith? You spoke faith. എന്താ വന്നത്? Even though you have doubt, try to speak truth or faith. ഞാൻ ചെയ്ത ആൾ, അതുകൊണ്ട് പറഞ്ഞ വാട്ട് എവർ ഐ എം സെയിങ്, ഇറ്റ് ഈസ് ഫ്രം മൈ ലൈഫ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇല്ലാത്ത ഒന്നും പ്രസംഗിക്കത്തില്ല, എൻ്റെ ലൈഫിലുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Last year when I was pregnant with my third son, I remember last year this time actually I was like going through a hard time. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്തൊരു സ്ട്രഗിളിൽ കൂടെ കഴിഞ്ഞ പ്രാവശ്യം കടന്നു പോയത്. അപ്പൊ നോക്കണം, മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തിയാണ്, ശുശ്രൂഷയിലാണ്, വചനം പ്രസംഗിക്കുന്നു, വിശ്വാസം പ്രസംഗിക്കുന്നു, ധൈര്യം പ്രസംഗിക്കുന്നു, ഭയങ്കര പ്രസംഗത്തിന്റെ പ്രസംഗമാ, എന്നും സൂം മീറ്റിംഗാ. അപ്പൊ ദൈവം വിചാരിച്ചു, ഓക്കെ ശരിക്കും നീ പ്രസംഗിക്കുന്നതൊക്കെ നിന്റെ ഉള്ളിലുണ്ടോന്ന് നിനക്കൊന്നും അറിയണ്ടേ? അപ്പൊ ഒന്ന് കഷ്ടതയിലോട്ട് ഇട്ട് കൊടുത്തു. ഒന്ന് കഷ്ടതയിൽ ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പറയാൻ എളുപ്പമായിരുന്നു, ശ്വാസം കിട്ടാതെ വന്നപ്പോഴാണ് മനസ്സിലായത് ഉള്ളിന്റെ ഉള്ളിൽ ഈ പറയുന്ന വിശ്വാസത്തിന്റെ എത്ര ലെവൽ ഉണ്ടായിരുന്നു. മനസ്സിലായോ ഞാൻ ഈ പറയുന്നേ? അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പ്രസംഗിക്കാൻ എളുപ്പമാ, ജീവിക്കാനാ പാട്, ഇല്ലേ? ഇറ്റ്സ് ഈസി ടു പ്രീച്ച് ബട്ട് ഇറ്റ്സ് ഹാർഡ് ടു ലിവ്.
ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനം എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ. സോ എന്റെ ലൈഫിൽ ദൈവം അത് കാണിച്ചു തരുമായിരുന്നു. സോ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ആ കടന്നു പോകുന്ന സ്ട്രഗിൾസിലാണ് ഞാൻ അറിയുന്നത് ഐ വാസ് പ്രീച്ചിങ് ഫെയ്ത്ത്. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ സ്ട്രഗിൾ വന്നപ്പം ഞാൻ അറിയുക ഹൗ മച്ച് ഇറ്റ് ഈസ് ഹാർഡ് ടു ഫേസ് ദോസ് ചാലഞ്ചസ്. അതും ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഇല്ലായിരുന്നു എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ. ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഡെലിവറിക്ക് ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അൾട്രാസൗണ്ട് ഇല്ല, കുഞ്ഞിനെ കണ്ടിട്ടില്ല. ദ സ്ട്രഗിൾ ദാറ്റ് ഐ എം ഫേസിങ്. ആദ്യത്തെ 2 പ്രഗ്നൻസിയിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നല്ല ഡോക്ടർ ഉണ്ടായിരുന്നു, ചെക്കപ്പ് ഉണ്ടായിരുന്നു, മന്ത്ലി ചെക്കപ്പ്, അൾട്രാസൗണ്ട്. പക്ഷെ 3rd ബേബി വന്നപ്പോൾ ഇതൊന്നും ഇല്ല എനിക്ക്. ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് പറഞ്ഞു ആശുപത്രി പോകരുത്. വ്യക്തമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഒരു വേഗിതല്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു ആശുപത്രി പോകരുത്. കാരണം എന്നറിയോ, ഫെബ്രുവരിയിൽ ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ന്യൂയോർക്ക് ICLA മീറ്റിങ്ങിന്. 3 അമ്മമാരെ കുറിച്ച്, മറിയയും എലിസബത്തും യോക്കേബേദും. അവരെങ്ങനെ അവരുടെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയി തലമുറയെ വളർത്തി എന്നുള്ളത്. ദേ ഹാഡ് ചാലഞ്ചസ്. പക്ഷെ അന്ന് ഡോക്ടർ ഉണ്ടോ, അൾട്രാസൗണ്ട് ഉണ്ടോ? ബട്ട് ദേ ലിവ്ഡ് ബൈ ഫെയ്ത്ത്. ഇത് ഞാൻ പ്രസംഗിച്ചു. കർത്താവ് ആ പ്രസംഗം എന്റെ ലൈഫിൽ ഒരു ടെസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ചോദിക്കും, കെൻ യു ഷോ ദ ന്യൂ മോംസ് ഓഫ് ദിസ് ജനറേഷൻ? കാരണം ഇന്നത്തെ ജനറേഷനോട് ഈ വചനം പ്രസംഗിച്ച എല്ലാവരും പറയും അത് അന്നത്തെ കാലത്ത് സിസ്റ്ററെ. മറിയയുടെ കാലത്ത് നടക്കും, യോക്കേബേദിന്റെ കാലത്ത് നടക്കും, എലിസബത്തിന്റെ കാലത്ത് നടക്കും. നമ്മുടെ കാലത്ത് അയ്യോ അങ്ങനെ പറയരുത്, ബുദ്ധി കുഞ്ഞുങ്ങളാവരുത്. ഞാൻ തുറന്നു പറയട്ടെ, കഴിഞ്ഞ ഒരു വർഷത്തെ എന്റെ കഷ്ടതയിൽ ഏറ്റവും കൂടുതൽ എന്നോട് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരാരെന്ന് പറയട്ടെ? വിശ്വാസികളാണ്. ഫുള്ള് വിശ്വാസം. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും നെഗറ്റീവ് അല്ലാതെ അന്നാണ് എനിക്ക് എല്ലാവരെയും മനസ്സിലായത് ഹൃദയത്തിൽ എന്താ ഉള്ളത്. ഞാൻ എന്തിന് പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ടേ. അന്ന് ദൈവം എനിക്ക് തന്ന എക്സാമ്പിളാണ്. സോ നിങ്ങളെല്ലാം പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? പെർഫ്യൂംസ് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവര്, ഞാൻ തുറന്നു പറയാം, ഞാൻ അമേരിക്കയിൽ അങ്ങനത്തെ പെർഫ്യൂം ബോട്ടിൽസ് കണ്ടിട്ടില്ല. ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഞാൻ മേടിക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഗൾഫിൽ നിന്ന് വന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു അങ്കിൾ കൊണ്ടുവന്നു ഒരു പെർഫ്യൂം ബോട്ടിൽ കൊണ്ടുവന്നു. ഒരു കൊച്ചു പെർഫ്യൂം ബോട്ടിൽ, നല്ല രസം അത് കാണാൻ. കുപ്പി കണ്ടാൽ കുപ്പിക്കാ വില, പെർഫ്യൂമിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നല്ല ഭംഗി. കണ്ട പെർഫ്യൂം ബോട്ടിൽ അത് പറയത്തില്ല, ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ചിലർ കേട്ടവർ കാണും. ഞാനിത് പലയിടത്തും പറയുന്ന ഒരു എക്സാമ്പിളാണ്. കേൾക്കാത്തവർക്ക്, I'm just telling for the people who didn't listen to this message anytime. So there are people who maybe gift you a perfume bottle that is so beautiful. Like the bottle itself is like, very beautiful to see. So we are like these perfume bottles with perfumes inside. So we are, for us, our name is not perfume bottle, but we are called ourselves believers, or, children of God. Believers. I want to use that word, believers. What do you believe? We have faith, right? We believe in Christ. And what do you believe? Oh, we believe that God can raise, people from death. That's our greatest faith. That is the biggest thing that God can do. Raising, a person from the death. So think you are like a perfume bottle. The name is perfume bottle and you have perfume inside. But as years goes, you started using it. And once you recognize that there is no perfume at all, our bottle not any perfume illa. But you don't want to throw that perfume bottle anywhere because the bottle looks so good. നല്ല ഷോക്കേസിലൊക്കെ വെക്കാൻ കൊള്ളാം, കളയാൻ തോന്നത്തില്ല. നമ്മൾ പറയല്ലേ, വി ഇന്ത്യൻസ് വി ഡോണ്ട് ഈവൻ ത്രോ എ നോർമൽ ബോട്ടിൽ. ഇപ്പൊ ഹോർലിക്സ് മേടിച്ച ബോട്ടിൽ പോലും കളയാത്തവരും നമ്മളത് യൂസ് ചെയ്യും. മോരെങ്കിലും ഒഴിച്ച് വെക്കാൻ യൂസ് ചെയ്യില്ലേ? യോഗട്ടിന്റെ പാത്രം കളയുന്നവർ എത്ര പേരുണ്ട്? അമേരിക്കൻസ് കളയും, പക്ഷെ നമ്മൾ കളയുമോ? യോഗട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കഴുകിയെടുത്ത് സൂക്ഷിച്ച് വെക്കും. എന്തിനാ? അടുത്ത കറി ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലേ? നമ്മൾ അതുപോലും കളയത്തില്ല, പിന്നെ പെർഫ്യൂം ബോട്ടിലിന്റെ കാര്യം പറയണം. ബി ട്രാൻസ്പെറന്റ്, അല്ലേ? ഞാനും ചെയ്യാറില്ല. ഞാനും എല്ലാ യോഗട്ടിന്റെ പാത്രം കഴുകി വെച്ചിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കാം. സോ എന്തിനാ? വി ഡോണ്ട് വാണ്ട് ടു ത്രോ ഇറ്റ് അവേ. എനിവേ അതിനും കൂടെ കൂടിയല്ലേ പൈസ മുടക്കിയത്. സോ വി ആർ ലൈക്ക് ദാറ്റ്. വി ഹാവ് ഫെയ്ത്ത്, പക്ഷെ പെർഫ്യൂം തീർന്നു, അകത്തെ ഫെയ്ത്ത് ഒക്കെ തീർന്നു. ബട്ട് സ്റ്റിൽ ആരാന്ന് ചോദിച്ചാൽ പറയും ബിലീവറാന്ന് പറയും. എന്തോ ബിലീവ് ചെയ്യുന്നേ? അതൊന്നും എനിക്കറിയത്തില്ല, ബട്ട് എനിക്ക് ബിലീവർ ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, എന്തോ ചർച്ചിൽ പോകും. സോ വി ആർ ലൈക്ക് ദാറ്റ്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ദാറ്റ് പെർഫ്യൂം വാസ് ഡൺ, ഐ കെപ്റ്റ് ദാറ്റ് പെർഫ്യൂം ബോട്ടിൽ ഇൻ ദ ഷോ കേസ്. ഇൻ ഇന്ത്യയിലൊക്കെ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ, കേരളത്തിൽ കണ്ടിട്ടുണ്ടോ, ഒരു കൊച്ചു ഇതിനകത്ത് നല്ല ഗ്ലാസ് ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ ഷോ പീസസ് വെക്കും. സോ ഐ യൂസ് ടു കീപ് ദാറ്റ്. വൺസ് ഇൻ എ വൈൽ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് വീണ്ടും അതോടെ വെക്കും. പക്ഷെ പേര് പെർഫ്യൂം ബോട്ടിൽ എന്നാ, പക്ഷെ അതിന്റെ യൂസ് ഒന്നും ഇല്ല. പെർഫ്യൂം ബോട്ടിലിന്റെ പർപ്പസ് അത് ചെയ്യുന്നില്ല. ബട്ട് നൗ അതിന്റെ പർപ്പസ് മാറി. നൗ ഇറ്റ് ബിക്കം എ ഷോ പീസ്. സോ മെനി ബിലീവേഴ്സ് ആർ ലൈക്ക് ദാറ്റ്സ് ഇൻ ദ ചർച്ച്. പണ്ട് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എനിക്കത് കേൾക്കുമ്പം ഐ യൂസ് ടു ഫീൽ ലൈക്ക്, ഗോഡ്, കർത്താവ്, ഞങ്ങളും ഇങ്ങനെയൊക്കെ പറയും.
പണ്ട് ഭയങ്കര വിശ്വാസം. എന്റെ ടെസ്റ്റ് മണി ഒന്ന് കേൾക്കണം. ഞാൻ പണ്ട് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, വാളിന്റെ ഒക്കെ മുമ്പിൽ കഴുത്ത് വെച്ച് കൊടുത്തവളാ. ഓക്കെ, ഇപ്പൊ എന്നാ പറ്റി? ഇപ്പൊ ഒരു പനി വന്ന അവിശ്വാസമേ പറയത്തുള്ളൂ. പണ്ട് we were like something. When I came to Jesus Christ, I was something. That was true. അവര് പറയുന്ന സത്യമാ. When they came to Christ, they had the first love, they had faith, they had courage, they had everything. But as years went by, you know what happens? The level of perfume started, going down, and now you are empty, completely empty. You know what comes now? ഇപ്പൊ ഒന്ന് പ്രസ് ചെയ്ത് എന്നാ വരുന്നറിയോ? കാറ്റ് വരും. കാറ്റേ വരത്തുള്ളൂ. നത്തിങ് ലൈക്ക് ഒന്ന് ഓർത്ത് നോക്കി, ഒരു പെർഫ്യൂം ബോട്ടിൽ ഞെക്കിയാൽ എന്താ വരേണ്ടത്? പെർഫ്യൂമാ വരേണ്ടത്. വാട്ട് ദ പെർഫ്യൂം ഡസ്. ഒരാളിപ്പം അഴുക്ക് മണത്തോടെ വന്നാൽ നിങ്ങൾക്ക് അവരെ സൗരഭ്യമാക്കി വിടാൻ പറ്റും. ലൈക്ക് സംബഡി കംസ് ടു യുവർ ഹൗസ്. ഇപ്പൊ പറയാം, ഇപ്പൊ നമ്മൾ എപ്പോഴും എന്തിനാ പെർഫ്യൂം യൂസ് ചെയ്യുന്നത്? സ്വെറ്റ് സ്മെല്ല് വരാതിരിക്കും. ഇപ്പൊ ആരെങ്കിലും പറയാം, എന്റെ ഉടുപ്പേ ഭയങ്കര സ്മെല്ലാ. ദേ കം വിത്ത് എ ട്രബിൾ. If anybody comes to your house with a trouble, you say, don't worry, I have the best perfume bottle. You press it and one drop is fine. Gulfil nokka varuna perfume bottle എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോപ്പ് മതി. അത് കഴുകിയാൽ അതിന് മണം പോകത്തില്ല. അത്ര പെർഫ്യൂം അത്ര സ്ട്രോങ് ആ. That one drop is fine. അവര് പോകുന്നിടത്തെല്ലാം പിന്നെ അത് സ്പ്രെഡ് ആവും. ഇല്ലേ? നമ്മൾ പെർഫ്യൂം അടിച്ചവരുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കി, നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്കും ആ പെർഫ്യൂം മണം വരാൻ തുടങ്ങും. സോ അത്രയ്ക്ക് പവർ ആ പെർഫ്യൂമിന്. ബട്ട് തിങ്ക് ലേറ്റർ വെൻ ദ പെർഫ്യൂംസിന്റെ ലെവൽ പോയി കഴിഞ്ഞപ്പോ പിന്നെന്താ വരുന്നത്? കാറ്റാ വരുന്നത്, പെർഫ്യൂം വരുന്നില്ല. നമ്മൾ ഇതുപോലെ കാറ്റേ കൊടുക്കത്തുള്ളൂ മറ്റുള്ളവർക്ക്. That's what I said. That's the time when I understood വിശ്വാസികൾ എന്ന് പറഞ്ഞ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ വിശ്വാസം ഇല്ലെന്ന്. I had to go through the trouble. ഞാൻ ട്രബിളിൽ കൂടെ പോയപ്പോൾ അത് ഞാൻ മനസ്സിലാക്കി. അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ പറയാം, മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല. അന്നാണ് ഞാനും മനസ്സിലാക്കിയത് എന്റെ ലെവലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. മനസ്സിലായോ? So I was like, God, where am I going in this spiritual life? എന്റെ സ്പിരിച്വൽ ജേർണിയിൽ ഞാൻ എവിടാ? പറയുമ്പോ ബിലീവർ ആണ്, ഫെയ്ത്ത് ഉണ്ട്, ഭയങ്കര ഇതൊക്കെയാ, പ്രസംഗത്തിന് കുറവൊന്നുമില്ല. പക്ഷെ when the trouble comes, where am I? Where is my stand? Do I have faith? Do I speak faith? Do I act faith? എന്റെ സ്റ്റെപ്പുകൾ വിശ്വാസത്തിലാണോ അത് ഡൗട്ടിന്റെ മേലാണോ? അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. സോ വാട്ട് ഹാപ്പൻ? ദൈവം എന്നെ പഠിപ്പിക്കുക. ദൈവം എന്നോട് പറയാം, നീ നിന്റെ വിശ്വാസത്തിന്റെ ലെവൽ നീ കണ്ടല്ലോ, നിറഞ്ഞല്ല നിൽക്കുന്നത്, ഉണ്ടെന്നുള്ളൊരു തോന്നലേ ഉള്ളൂ. അറ്റത്ത് നമ്മൾ പറയും കുപ്പിയുടെ അടിയിൽ കുറച്ച് തുള്ളികൾ ഇങ്ങനെ കിടക്കുക, അതിന്റെ ബലത്തിൽ ഇങ്ങനെ പോവാ. ആ പേരില നമ്മുടെ റൂമിൽ അതിനെ വെച്ചേക്കുന്നത്. ആ ലാസ്റ്റ് 2 ഡ്രോപ്പും കൂടെ തീർന്ന നേരെ ഇത് ഗാർബേജിൽ പോവും, അല്ലെങ്കിൽ അത് ഷോക്കേസിൽ പോവും. 1-2 ഡ്രോപ്പ് ഉണ്ട്, അതും കൂടെ കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചേക്കുക അല്ലെ. ചില പെർഫ്യൂം ബോട്ടിൽ ഇപ്പത്തെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ഒരുങ്ങുന്നിടത്ത് അറ്റത്ത് കാണും 1-2 തുള്ളി, അതുകൊണ്ട് അത് അവിടെ ഇരിക്കും. അറ്റത്ത് കിടക്കുന്ന തുള്ളിയുടെ ബലത്തേലാണ് ഇപ്പൊ നിങ്ങളുടെ വീടിനകത്തിരിക്കുന്നത്. അത് തീർന്ന നേരെ നിങ്ങൾ ഗാർബേജിൽ കളയും. അതിനി എപ്പോൾ പെർഫ്യൂം ബോട്ടിൽ കാണുമ്പോൾ ഓർത്തോണം, നമ്മൾ അതൊന്ന് ഓർത്തോണം. നിങ്ങൾ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു? വെൻ ട്രബിൾ കംസ്, വെൻ എ പ്രഷർ കംസ്, വാട്ട് കംസ് ഔട്ട് ഓഫ് യു? കാറ്റാണോ പെർഫ്യൂം ആണോ? പെർഫ്യൂം വരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും സൗരഭ്യത്തിലാക്കാൻ പറ്റും, ഇല്ലേ? ചർച്ചിനകത്ത് വന്നിട്ട് ഒരാൾ ഒരു പെർഫ്യൂം അടിച്ചേ, എല്ലാവരും ചോദിക്കും ഇപ്പൊ ആരെങ്കിലും ഇവിടെ പെർഫ്യൂം അടിച്ചു നോക്കിക്കും, ഭയങ്കര സ്മെല്ല് വരുന്നു പറയും. ബിക്കോസ് അതങ്ങ് സ്പ്രെഡ് ആവും, ആ ചർച്ചിനെ മൊത്തം സ്പ്രെഡ് ആക്കാൻ പറ്റും. ബട്ട് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നറിയോ? ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ളതേ പുറത്ത് വരത്തുള്ളൂ. ഉള്ളിൽ ഒന്ന് വെച്ചോണ്ട് പറയുന്നവർ കാണും, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു പ്രശ്നം, there will be a point where the truth comes out. അതിന് ദൈവം എന്നെ കടത്തി വിട്ടു കഷ്ടതയെക്കൂടെ. എന്നിട്ട് കർത്താവ് എനിക്ക് തന്ന ടെസ്റ്റ് എന്താണെന്നറിയോ? ആശുപത്രി പോകണ്ടെന്ന് പറഞ്ഞു. ഈ ജേർണി നീ ആശുപത്രി പോകണ്ട. എന്നെ ഡോക്ടേഴ്സ് എടുത്തുമില്ല. 30 വീക്സ് കഴിഞ്ഞ് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ട്രബിൾസ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടത കൂടി വന്നപ്പം എനിക്ക് ആശുപത്രി പോകണമെന്നുണ്ട്. വിളിച്ചു ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു 30 വീക്സ് കഴിഞ്ഞ് എനിക്ക് നിന്നെ എടുക്കാൻ പറ്റും, ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ പ്രൈമറി ഡോക്ടർ. അത് ആകെ എന്നെ തളർത്തി കളഞ്ഞൊരു ദിവസം. അതും നോർമൽ അല്ല. എന്റെ ലൈഫിൽ പ്രഗ്നൻസി നോർമലായിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ ഞാൻ ഭയങ്കര അസ്വസ്ഥതയെ കൂടെ കടന്നു പോവാം. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ശ്വാസമുട്ടല്, സാധാ ശ്വാസമുട്ടലല്ല. ഇപ്പൊ നമ്മള് ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ പറഞ്ഞ ജസ്റ്റ് ഒരു ശ്വാസമുട്ടൽ. ജസ്റ്റ് ഒരു ശ്വാസമുട്ടലല്ല, ഞാൻ ശരിക്കും ഓക്സിജന് വേണ്ടി പിടയ്ക്കുക. എനിക്ക് പെട്ടെന്ന് ഇരിക്കുമ്പോൾ ശ്വാസം പെട്ടെന്ന് ഡൗൺ ആവും. എനിക്ക് പേടി, മരണവെപ്രാളം എന്ന് പറഞ്ഞ എന്താന്ന് എനിക്കറിയാം. അതായത് നമ്മളെ ഒരു തലേണ വെച്ച് നമ്മുടെ മുഖത്ത് അടച്ചു വെച്ചാൽ സഫോക്കേഷൻ ഫീൽ ചെയ്യുന്ന ഫീലിംഗ് ആയി ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അല്ല, ചുമ്മാ ഒരു ശ്വാസമുട്ടലല്ല. ഉള്ളിൽ പേടി വരാൻ തുടങ്ങി. എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു, എന്റെ ഫ്രണ്ട് 2 വേറെ കുഞ്ഞുങ്ങൾ.
പിഞ്ചു കുഞ്ഞുങ്ങൾ, 5ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ പേടി വരാൻ തുടങ്ങി. അയ്യോ, എനിക്ക് ജീവിക്കാൻ പറ്റുമോ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, എന്റെ മക്കാര്യമില്ലാണ്ടാവും, ഈ പേടി ഒരു വശത്ത്. പക്ഷെ എന്ത് ചെയ്യും? കർത്താവ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് പറയുക, ട്രസ്റ്റ് മീ, ഒബേ മീ. അതാ ഞാൻ പറഞ്ഞത്, ദൈവം പറയുന്നത് അനുസരിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇതിനെ തരണം ചെയ്യാൻ. വാട്ട് ഷുഡ് ഐ ഡു ടു ഓവർകം ദ സ്ട്രെസ് ദാറ്റ് ഐ എം ഗോയിങ് ത്രൂ? Being a pregnant woman, having a lot of breathing difficulties, having physically, I'm tired and weak, I have low blood pressure, I have low blood sugar, no doctor, no ultrasound, nothing. I don't know whether my baby is alive in my womb. Baby ജീവനോടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, ഒന്നും എനിക്ക് അറിയത്തില്ല. But only one thing I knew, that God was speaking to me. Holy Spirit എന്നോട് keep on സംസാരിച്ചൊരു വാക്കുണ്ട്. And that voice was so gentle. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ശരിക്കും ആ ഹോളി സ്പിരിറ്റിന്റെ ജെന്റിൽ വോയിസ് ഞാൻ കേട്ട ഒരു ദിവസമായിരുന്നത്. when I was in a very bad situation. ഞാൻ കർത്താവിനോട് ചപ്പാ, ഞാൻ എന്തുവാ ചെയ്യേണ്ടത്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ഹോൾ പ്രഗ്നൻസി ഞാൻ അത് കേട്ടു. ട്രസ്റ്റ് മീ, ഒബേ മീ. അത് വളരെ ജെന്റിലാണ്, അല്ല ഇടിച്ചു കയറി വന്നിട്ട് ഒത്തിരി ശബ്ദത്തിലല്ല പറയുന്നത്. ട്രസ്റ്റ് മീ, ഒബേ മീ. ഞാൻ എന്തു ഒബേ ചെയ്യേണ്ട? I don't know what to obey. You know what Holy Spirit asked me to do? Fast and pray. Fast and pray. And it was so hard. നിങ്ങളൊക്കെ പ്രഗ്നൻസി കൂടെ കടന്നുപോയ അമ്മമാർക്കറിയാം, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയം, 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. ബട്ട് ഹോളി സ്പിരിറ്റ് വാസ് ആസ്കിങ് മീ, യു റിമെമ്പർ വാട്ട് യു പ്രീച്ച്ഡ്? നീ പ്രസംഗിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ? 3 അമ്മമാരെ കുറിച്ച്. ഫ്യൂ മന്ത്സ് ബാക്ക്, മെയ്യിലാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. 2-3 മാസത്തിന് മുമ്പ് ഫെബ്രുവരിയിലാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ICA പോയി ന്യൂയോർക്കിൽ. എന്തോ പ്രസംഗിച്ചത്? മറിയ, ഷീ ടുക്ക് എ ചലഞ്ച് ഇൻ ഹെർ ലൈഫ്. മറിയയുടെ പ്രഗ്നൻസി ഈസി ആയിരുന്നില്ല. ഷി വാസ് ഫേസിങ് ആക്ച്വലി മരണത്തിനും ജീവനും ഇടയ്ക്കാണ് മറിയ നിൽക്കുന്നത്. കല്ലെറിഞ്ഞ് യഹൂദന്മാര് കൊല്ലാം, അവർക്ക് ആരുമില്ല സപ്പോർട്ടിന്. ബട്ട് ഷീ ടുക്ക് ദാറ്റ് ചലഞ്ച്. എലിസബത്ത്, പ്രായം നമ്മൾ പറഞ്ഞു 40 കഴിഞ്ഞ് പ്രഗ്നന്റ് ആവാൻ പറ്റത്തില്ല. അത് ആര് പഠിപ്പിച്ചതാ? അതാരാ പഠിപ്പിച്ചത്? ഞാൻ വിശ്വാസികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. 50 years ആയി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് നമ്മൾ വിശ്വാസികൾ പറഞ്ഞു കൊടുക്കും, നഴ്സുമാർ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയാ, അയ്യോ ചിന്തിക്കേ ചെയ്യരുത് കേട്ടോ, അയ്യോ 2ാമത്തെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, അയ്യോ 50 വയസ്സായി, അയ്യോ വേണ്ട. അപ്പൊ ഞാൻ അങ്ങനെയുള്ളവരോട് ചോദിക്കും, why are you carrying Bible in your hand? How can you say this to anybody? Where Sarah had her baby at the age of 90, Elizabeth had the baby at 80 or 85. ഞാൻ അതിനുശേഷം എല്ലാവരോടും പറയും, കഴിവതും ബൈബിള് താഴെ വെച്ചേക്കണേ. ബൈബിള് ക്യാരി ചെയ്തുകൊണ്ട് ഇത് പറയരുത്. ബൈബിള് ചിലപ്പോൾ ബാഗിനകത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസ് കൊടുക്കുന്നവരുണ്ട്. ഇത്രയും നേരം കേട്ടതന്നെ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ. ആശീർവാദം പറയുമ്പോൾ വായിന്ന് വരുന്ന നെഗറ്റീവ് എന്നാ പറയൂ, അയ്യോ 2ാമത്തെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും, എത്ര വയസ്സ്, അയ്യോ കോംപ്ലിക്കേഷൻസാ, ഭയങ്കര കോംപ്ലിക്കേഷൻസാ. അങ്ങനെയാണെങ്കിൽ സാറാടെ എലിസബത്തിന്റെ ഒക്കെ പിള്ളേർക്ക് കോംപ്ലിക്കേഷൻസ് കാണണം, ഓട്ടിസം കാണണമായിരുന്നു അല്ലേ? നമ്മളൊക്കെ പറഞ്ഞു ഇതൊക്കെയല്ലേ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആന്റി പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുക, 40 years കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കുറിച്ച് നോക്കരുത്, യുവർ ചൈൽഡ് വിൽ ബി ഓട്ടിസ്റ്റിക് എന്ന്. ഞാൻ ആന്റിയെ നോക്കി, എന്റെ ദൈവമേ, കുറച്ചു മുമ്പേ ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചത് കേട്ടതേ ഉള്ളൂ, വിശ്വാസത്താൽ അബ്രഹാമിന് മക്കളുണ്ടായി. സാറ ആരായിരുന്നു? 90 year old. എലിസബത്തിന് എത്ര വയസ്സുണ്ടായിരുന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? ഓഫ് കോഴ്സ് മോർ ദാൻ 75 years ഇല്ലേ? ഈ പ്രായമുള്ളവരെയൊക്കെ നമ്മൾ വിശ്വാസികളുടെ മാതാവ്, നമ്മുടെ മാതാവെന്നാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത്. ഓൾ ദീസ് വുമൻസ് വെർ ദേർ. എന്റെ മമ്മി ദ നെക്സ്റ്റ് വുമൻ ഐ ഹാവ് സീൻ ഫെയ്ത്ത്. കേട്ടല്ല, എന്റെ മമ്മിയുടെ 42 കഴിഞ്ഞ് 43 വയസ്സിലാണ് എന്റെ ഏറ്റവും ഇളയ അനീതി ഉണ്ടാകുന്നത്. അതിന് എന്റെ മമ്മി മരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല. മമ്മിക്ക് ഡോക്ടർ ഇല്ല, ചെക്കപ്പ് ഇല്ല, മരുന്നില്ല, വീട്ടില പ്രസവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? പണ്ടത്തെ കാര്യമല്ല പറഞ്ഞത്. ഷീ വാസ് ബോൺ ഓൺ 2003. 2003 കാര്യമാണ് പറയുന്നത്. എന്നേക്കാ വെറും 15 വയസ്സിന് എളുപ്പം. വീട്ടിലാണ് പ്രസവിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കണം, അത്രയും ഇന്നുമുണ്ട് മാതാക്കൾ ജീവിക്കുന്നവര് കേട്ടോ. വാട്ട് ഗാഡ് സെസ്, there are people who obey God. പക്ഷെ നമ്മൾ വാ തുറന്നാൽ, അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ പിന്നെ സാറാടെ പേര് പോലും പറയാൻ നമ്മുടെ നാവെ പിന്നെ എടുക്കരുത്, നെഗറ്റീവ് പറയുന്നവര്. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ പറയുന്നതാ ഞാൻ പറഞ്ഞത്, വാട്ട് യു സേ ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് യുവർ ഹാർട്ട്. നമ്മുടെ നോളജ് കൂടിപ്പോയി. നമുക്ക് നോളജ് എന്ത് ചെയ്തു പോയി? കൂടിപ്പോയി. ഈ നോളജ് കൂടി പോകുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്, കർത്താവ് ആ നോളജിൽ തന്നെ കയറി പിടിക്കും. എന്റെ പ്രശ്നം ഓർക്കണം, ഞാനൊരു നേഴ്സാ. അത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് ഏതിനകത്തറിയോ? OBGയിൽ. ഞാൻ എന്ത് ഡെലിവറി എടുത്തിട്ടുണ്ട്, ഞാൻ എത്ര പ്രഗ്നന്റ് വുമൻസിനാണെന്നറിയോ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തോണ്ടിരുന്നത്. ആൻഡ് മെയിൻലി ഹെൽത്ത് എഡ്യൂക്കേഷൻ അബൌട്ട് ന്യൂട്രീഷൻ.
ഈച്ച് ട്രൈമസ്റ്ററിൽ എന്ത് കഴിക്കണം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് കഴിച്ചില്ല ഉണ്ടാക്കാം. ദിസ് ഇസ് ദ വാട്ട് ഐ വാസ് ഡൂയിങ് ഓൾമോസ്റ്റ് ഫോർ 8 years ബാക്ക് ഇൻ ഇന്ത്യ. ആ ആളോട് കർത്താവ് പറയാ, ഈ 2 പ്രഗ്നൻസി പോലെ അല്ല, മൂന്നാമത്തെ പ്രഗ്നൻസി ഡിഫറെന്റ് ആയി, ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതിയെന്ന്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്. പക്ഷെ ദൈവം എന്നെ ആ ജേർണി കൂടെ കൊണ്ടുപോയി. ദൈവം പറഞ്ഞു, മേരിയുടെ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു നിനക്കറിയോ? എലിസബത്തിന്റെ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു നിനക്കറിയോ? ഞാൻ കാണിച്ചു തരാം. ദേ ഡിഡ് ഔട്ട് ഓഫ് ഫെയ്ത്ത്. നീ എങ്ങനെയാന്ന് പറയാം. ഞാൻ വീടിനകത്ത് തന്നെ ആയിരുന്നു മക്കളെ. വീടിനകത്ത് ആ സമയത്ത് ഞാൻ സൂമിൽ അധികം മീറ്റിംഗ് ചെയ്യുന്നില്ല. വീടിനകത്ത് തന്നെ എലിസബത്തിന്റെ ഒക്കെ ലൈഫ് എന്താണെന്ന് എനിക്കറിയാം. ഭർത്താവ് സംസാരിക്കാനില്ലെന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ ആദ്യത്തെ എന്റെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് വീക്ക് എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. ഹി വാസ് ലൈക്ക് ഹി വെന്റ് ഫോർ ഔട്ട് ഫോർ വർക്ക്. ട്രാവൽ നഴ്സിംഗ് ആ ചെയ്യുന്നത്. സോ ഹി വാസ് നോട്ട് ദെയർ അറ്റ് ദ ടൈം. 1 week ഒരു അസൈൻമെന്റ് പോയി. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്കറിയായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണ്, കാരണം എന്റെ പീരിയഡ്സ് മിസ്സായപ്പോൾ. ബട്ട് ഐ ചെക്ക്. അപ്പൊ എനിക്കറിയാം ഞാൻ പ്രഗ്നന്റ് ആണ്. അത് കഴിഞ്ഞു എന്റെ ഹസ്ബൻഡ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീട്ടിലില്ല. ഐ വാസ് ഓൾ ബൈ മൈസെൽഫ്. അപ്പൊ ഞാൻ ഓർത്ത് എലിസബത്തിന്റെ റിയാക്ഷൻ എനിക്ക് മനസ്സിലാവും. ബിക്കോസ് ഹസ്ബൻഡ് സംസാരിക്കാത്ത ഹസ്ബൻഡ്. സക്കറിയ മിണ്ടുന്നുണ്ടോ? ഇല്ല. ആൻഡ് ഷീ ഹാസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ഇമോഷൻസ് വേർ ഷീ കനോട്ട് ഷെയർ വിത്ത് ഹിം. അവിടുന്ന് ഒരു നല്ല വാക്ക് പോലും കേൾക്കാനില്ല. മിണ്ടാതിരിക്കുന്ന ഭർത്താവ്. എന്റെ പിള്ളേർ സ്കൂളിൽ പോകുന്നു. ഞാൻ ഒറ്റയ്ക്ക് ശ്വാസം കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നു. എന്റെ ശരീരം തളർന്നു പോകുന്ന അവസ്ഥ. ഓൾ ദീസ് തിങ്സ് ഐ വാസ് ഗോയിങ് ത്രൂ. ഉള്ളി കർത്താവ് മാത്രം എന്റെ കൂടെ. കർത്താവ് എന്നെ പഠിപ്പിക്കുമായിരുന്നു. പ്രാക്ടിക്കൽ ലെസൺസിൽ കൂടെ കടത്തി വിട്ടി. ആൻഡ് ഗോഡ് വാസ് ടീച്ചിങ് മീ എ ബിഗ് ലെസൺ വേർ എന്റെ വായിൽ എന്ത് വരുമെന്ന് എന്നെ കർത്താവ് പഠിപ്പിക്കുക. നീ ഇപ്പോൾ എന്ത് പറയൂന്ന് ചോദിച്ചു. ശ്വാസം കിട്ടാതെ വന്നപ്പോ എന്ത് പറയും? അങ്ങനെയാണ് ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ സ്കെയിൽ അളക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പ്രീച്ച് ചെയ്യുന്ന പോലെ അല്ല കഷ്ടത വരുമ്പോൾ നിൽക്കാൻ പോകുന്നത്. ഇറ്റ് വാസ് ഹാർഡ്. പക്ഷെ അന്ന് കർത്താവ് എന്നെ പണിതു. എന്ന് വെച്ചാൽ അങ്ങനെ കർത്താവ് വിട്ട് കളയത്തില്ല. കർത്താവ് എന്നെ പണിതു. കർത്താവ് എന്നെ പഠിപ്പിച്ചു തന്നു. നോ, യു ക്യാൻ സ്റ്റാൻഡ് ഇൻ ഫെയ്ത്ത്. എങ്ങനെയാണ്? ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ടീച്ച് യു ഗൈസ് ടുഡേ. നിങ്ങളെ എല്ലാവരും ഞാനത് പഠിപ്പിക്കുക. ഈസിയാണ്, ബട്ട് യു ഹാവ് ടു ലിസൺ ടു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ കൂടെ വസിക്കുന്നവരാ നിങ്ങളെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഈ സ്ട്രഗിളിൽ പുറത്തു കൊണ്ടുവരും. ഹി വിൽ ബ്രിങ് യു ഔട്ട് ഓഫ് എവറിത്തിങ് ദാറ്റ് യു ആർ ഫേസിങ്. പക്ഷെ ഒബീഡിയൻസ് ഇസ് നെക്സ്റ്റ്. ട്രസ്റ്റ് ആൻഡ് ഒബീഡിയൻസ്. അപ്പൊ എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, 5-ാം മാസത്തിലൂടെ ഞാൻ കയറുക. ആദ്യത്തെ 4 മാസം ആദ്യത്തെ 3 മാസം ശരീരത്തിൽ വളരെ ക്ഷീണം. 4-ാം മാസത്തിലാണ് പതുക്കെ എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങുന്നത്. പക്ഷെ അന്ന് അത്രയും കാര്യമാക്കി എടുത്തില്ല. പക്ഷെ 5th month ആയപ്പോൾ ഇത് വളരെ സീരിയസ് ആയി. എന്റെ കൈയും കാലും ഒക്കെ നീലയ്ക്കാൻ തുടങ്ങും ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ. സോ കൈ കാല് വിറയ്ക്കുന്നു, കാലും ദേഹവും തണുക്കാൻ തുടങ്ങും. ഓൾ ദീസ് തിങ്സ് ഐ എം ഫേസിങ്. അന്ന് പരിശുദ്ധാത്മാവിനോട് പറയാം, ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ ആദ്യം ഓർത്തു ഇതെന്റെ മാനുഷികമായ ചിന്തയായിരിക്കും ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറയുന്നത്. പരിശുദ്ധാത്മാവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓർത്തു ഓക്കെ, എന്റെ മനസ്സ് പറയുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയം മമ്മിയെ വിളിച്ചു പറഞ്ഞു, മമ്മി എനിക്ക് ഒട്ടും പറ്റുന്നില്ല, മമ്മി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ശ്വാസം മമ്മിക്ക് കേൾക്കാം. ബിക്കോസ് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് 10 വട്ടം ചുമയ്ക്കും. ബിക്കോസ് എനിക്ക് ബ്രത്ത് കിട്ടാതെ വരുമ്പോൾ സ്ട്രഗിളാണ്. ബോഡി എടുക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കും കോഫ്. ലൈക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. സോ ചുമയ്ക്കും. ഒരു വാക്ക് പറയും മമ്മി എന്ന് പറഞ്ഞിട്ട് 10 വട്ടം ചുമയ്ക്കും. പിന്നെ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെയും 10 വട്ടം ചുമയ്ക്കും. സോ ഈ ചുമയ്ക്കും തോറും എൻ്റെ ഡയഫ്രത്തിന് വേദന കൂടുക. എനിക്ക് ഒട്ടും നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ശരീരം തളരുക. അറ്റ് ദാറ്റ് മൊമെന്റ് മമ്മി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഒരു വാക്ക് പറയും, മോനെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ ഈ കുഞ്ഞിനെ കിട്ടത്തുള്ളൂ. സോ എനിക്ക് മനസ്സിലായി ദാറ്റ് വാസ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, മമ്മി ഫാസ്റ്റിംഗ് ഇരിക്കാം. എത്ര? മമ്മി പറഞ്ഞു, ഉച്ച വരെ മോൻ ഇരിക്കണം. രാവിലെ തൊട്ട് ഉച്ച വരെ മോള് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കണം. മോള് ഫാസ്റ്റിംഗ് ഇരിക്കണം. മോള് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്നാൽ ഈ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ പുറത്ത് കിട്ടത്തുള്ളൂ. ആൻഡ് ഐ നോ ഹി വാസ് എ പ്രോമിസ് ചൈൽഡ്. അതൊരു പ്രോമിസ് ചൈൽഡ് ആയിരുന്നു. ബിക്കോസ് എന്റെ 2ാമത്തെ കുഞ്ഞിനെ ഞാൻ 2 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഞാൻ ഇവനെ കുറിച്ച് വാക്തത്വം കേട്ടതാണ്. നിനക്ക് 3ാമത് ഞാൻ ഒരു ആൺകുഞ്ഞിനെ തരും, അവനൊരു വാക്തത്വ സന്തതിയാണ്. സോ ഐ നോ ഹി വാസ് പ്രോമിസ്ഡ്. ദാറ്റ്സ് വൈ അപ്പോഴാ അറിയുന്നത് വാക്തത്വ തലമുറ പുറത്തു വരുമ്പോൾ പിശാച് നമ്മളെ എന്ത് ചെയ്യും? ടാർഗറ്റ് ചെയ്യും. But at the same time, God was giving me an assignment. എന്തോ അസൈൻമെന്റ്? How you are going to practice faith. നീ വിശ്വാസം എങ്ങനാ ജീവിക്കാൻ പോകുന്നത്, എങ്ങനാ ജീവിച്ച് കാണിക്കാൻ പോകുന്നത്? പറയാനല്ല, ജീവിച്ച് കാണിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഉള്ളിൽ അത് വേണം. സോ ഐ സ്റ്റാർട്ടഡ് റീഡിങ് ദ ബൈബിൾ ആൻഡ് ഫില്ലിംഗ് മൈ ഹാർട്ട് വിത്ത് ഫെയ്ത്ത്. ഞാൻ ഓരോ ദിവസം വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയം വിശ്വാസത്താൽ നിറയാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ദ മോർ ഐ വാസ് റീഡിങ് ഫ്രം ലൂക്ക് ചാപ്റ്റർ 1 and 2. ലൂക്കോസിന്റെ സുവിശേഷം 1 and 2. എലിസബത്തിന്റെയും മേരിയുടെയും ജീവിതം ഞാൻ വായിക്കാൻ തുടങ്ങി. അതിനുശേഷം യോവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കാൻ തുടങ്ങി. സോ ഇങ്ങനെ വർദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഗോഡ് സ്റ്റാർട്ടഡ് ടെല്ലിങ് മീ ടു സ്പീക്ക് ഔട്ട് ഫെയ്ത്ത്. നീ വിശ്വാസം പറയാൻ പറഞ്ഞു.
അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന ഫസ്റ്റ് ഡേ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ നാളെ തൊട്ട് ഞാൻ രാവിലെ ഫാസ്റ്റിംഗ് ആകട്ടെ. ബിക്കോസ് യൂഷ്വലി എൻ്റെ ഹസ്ബൻഡ് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ക്രാക്കർ തരും. കാരണം എൻ്റെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ഡ്രോപ്പ് ആവും. എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഡ്രോപ്പ് ആവും, തല ഇറങ്ങി വീഴും. സോ അച്ഛൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കാനും കൊണ്ടുവരും, ഒരു ക്രാക്കർ എന്തെങ്കിലും എനിക്ക് കൊണ്ടു തരും. ബിക്കോസ് എന്നാലേ എനിക്ക് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് ബാത്റൂമിലെങ്കിലും പോകാനുള്ള ശക്തിയുള്ളൂ. സോ എനിക്കറിയാം അച്ഛൻ രാവിലെ കൊണ്ടുവരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഹിം ഫീൽ ബാഡ്. സോ ഐ സെഡ്, അച്ഛൻ നാളെ തൊട്ട് ഞാൻ ഫാസ്റ്റിംഗ്. അച്ഛൻ ചോദിച്ചു, ആർ യു ഷുവർ യു വാണ്ട് ടു ടേക്ക് ഫാസ്റ്റിംഗ്? ഞാൻ പറഞ്ഞു, യെസ്, ഐ ഹാവ് ടു ടേക്ക് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറയുകയും രാത്രി ഞാൻ കിടന്നുറങ്ങി. രാത്രി എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ഒരു 9-9:30 ആയപ്പോഴാണ് ഞാൻ അന്ന് ഡിന്നർ കഴിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഫാസ്റ്റിംഗ്, ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കത്തുള്ളൂ. ഓൾമോസ്റ്റ് 16 hours എൻ്റെ വയറ്റിലോട്ടൊന്നും പോകുന്നില്ല. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ശരീരത്തിന് അസ്വസ്ഥത തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് എൻ്റെ ലിവിംഗ് റൂം വരെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓൾ ഓഫ് എ സഡൻ എൻ്റെ ശരീരം തളർന്നു, തല കറങ്ങാൻ തുടങ്ങി, വീഴാൻ പോകും. അപ്പം ഞാൻ പെട്ടെന്ന് അച്ഛനെ വിളിച്ചു, അച്ഛക്കം എന്നെ പിടിക്കുക, എനിക്ക് തല കറങ്ങുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു. സോ ഹി കെയിം, എന്നെ ഹോൾഡ് ചെയ്തു. ഹി ഹോൾഡഡ് മീ ആൻഡ് ഹി സെഡ്, ആർ യു ഓക്കെ? ഐ സെഡ്, നോ, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. This is the first question he asked. Are you sure you want to take fasting? So I am in a confusion state whether I should continue fasting or to drop fasting. രണ്ട് വിഷയത്തിന് നടുവില വാട്ട് ടു ഡു എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സോ എടുക്കണോ വേണ്ടയോ, ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? സോ ദിസ് ഇസ് ദ സ്റ്റേജ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഐ റിമെമ്പർ, ഐ നോ ഗോഡ് ടോൾഡ് മീ ടു ഫാസ്റ്റ്. ഇത് ദൈവം പറഞ്ഞു ഫാസ്റ്റിംഗ് എടുക്കാൻ. ബട്ട് നമ്മൾ പറഞ്ഞാല് നമ്മുടെ ബുദ്ധി പറയും, ബുദ്ധി സംസാരിക്കാൻ തുടങ്ങും. ബുദ്ധി പറയുക, യു ആർ എ നേഴ്സ്, യു നോ എ പ്രഗ്നന്റ് വുമൻ ഷുഡ് നോട്ട് ഫാസ്റ്റ്. നീ പഠിച്ചിട്ടുള്ളതല്ലേ, നീ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ ഫാസ്റ്റിംഗ് ഇരിക്കരുത്. ഫാസ്റ്റിംഗ് ഇരുന്നാൽ നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും. ഒരു വശത്ത് പരിശുദ്ധാത്മാ പറയുക, നീ ഞാൻ പറയുന്നത് അനുസരിക്ക്, ഞാൻ പറയുന്നത് മാത്രം കേൾക്ക്. ട്രസ്റ്റ് മീ, ഒബേ മീ. സോ എനിക്കിതിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം. എൻ്റെ ബുദ്ധി പറയുന്നത് വെച്ച് നോക്കിയാൽ അതെനിക്ക് അനുസരിക്കാൻ തോന്നും. ബിക്കോസ് എൻ്റെ ശരീരം അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഫുഡ് കിട്ടണം, ഗ്ലൂക്കോസ് ഡൗൺ ആവുന്നു, ഐ ക്യാൻ സീ ഓൾ ദ സിംറ്റംസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹോളി സ്പിരിറ്റ് ഇസ് ടെല്ലിങ്, ട്രസ്റ്റ് മീ ആൻഡ് ഒബേ മീ. ബട്ട് ഏത് വോയിസാ കൂടുതലെന്ന് ഞാൻ പറയാം. നമ്മുടെ ഫിസിക്കൽ വോയിസസാ കൂടുതൽ. ഈ വോയിസ് ഭയങ്കര ശാന്തമാണ്. ഹോളി സ്പിരിറ്റിന്റെ ശബ്ദം വളരെ ശാന്തമാണ്. അത് നമ്മളെ ഇടിച്ചു തള്ളി പറയത്തില്ലൊന്നും. മര്യാദയ്ക്ക് നിന്നോട് പറയാം ഫാസ്റ്റിംഗ് ഇരിക്കാൻ, നോ, ഹി വോണ്ട് സേ ഇറ്റ്. ഹി സോ ജെന്റൽ. ട്രസ്റ്റ് മീ, ഒബേ മീ. ബട്ട് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഉറപ്പാണോ നിനക്ക് ഫാസ്റ്റിംഗ് ഇരിക്കണമെന്ന്? എൻ്റെ ബുദ്ധി എന്നോട് പറയുക, നീ ഫാസ്റ്റിംഗ് ഇരുന്നാൽ നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും. ആൾക്കാർ നിന്നെ കളിയാക്കും. നീ ഇത്രയും നാളും പ്രസംഗിച്ച് നടന്നിട്ട് ആൾക്കാർ നിന്നെ കളിയാക്കും, നിന്നെ കല്ലെറിയും, നിന്നെ അപവാദം പറയും. നീ നോക്ക്, നീ സൂക്ഷിക്ക്, നീ ചെയ്യരുത്, നീ ഫാസ്റ്റിംഗ് ഇരിക്കരുത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വാക്തത്വത്തെ ഓർത്തു. 2 മാസം എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നു പറഞ്ഞ് വാക്തത്വത്തെ പരിശുദ്ധാത്മം എനിക്ക് ഓർമ്മിപ്പിച്ചു തന്നു. Do you remember, did I said to you that this is a promised child? പെട്ടെന്ന് പരിശുദ്ധാത്മ ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തെ എനിക്ക് ഓർമ്മിപ്പിച്ചു. വാക്തത്വ തലമുറ നിന്റെ ഉദരത്തിലുണ്ടെങ്കിൽ നിനക്ക് നേരെ ശത്രു പോരാടും. പക്ഷെ നിന്റെ കയ്യിലായിരിക്കുന്നത് നീ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണമെന്ന്. ഞാൻ ഈ പെട്ടെന്ന് ഈ പ്രസംഗം ഓർത്തു. ഐ വാസ് ലൈക്ക്, നൗ ഇറ്റ് ഈസ് ടൈം ടു ആക്ട്. പ്രസംഗിച്ചപ്പോൾ എളുപ്പമായിരുന്നു, ഇനി ഈ ടൈം ഞാൻ ആ സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഒറ്റ കാര്യം ഞാൻ ചിന്തിച്ചു, ദൈവമാണ് ഈ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ മെനഞ്ഞതെങ്കിൽ ദൈവത്തിന്റെ ഉത്തരവാദിത്തം ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്. എൻ്റെ ഉത്തരവാദിത്തം അല്ല. ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ ഈ കുഞ്ഞിന്റെ ഉദരത്തിൽ വന്നത്, ദൈവം തന്ന കുഞ്ഞാ. സോ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? ലോഡ്ഷിപ്പ് ആർക്കാ? ദൈവത്തിനാണ്. സോ എനിക്ക് ആ ഉറപ്പ് വന്നപ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, നാക്ക് കുഴഞ്ഞിരിക്കുന്നത്, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്നാണ് ഞാൻ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. ഞാൻ അന്ന് പഠിച്ച് പറഞ്ഞ വചനം ഇതാ. അത് ഈ വചനം ഇങ്ങനെ ഒരു ബൈബിളിൽ വചനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. യെശയ്യാവ് 57:19, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. നീ എന്ത് പറയുന്നു അത് ഞാൻ സൃഷ്ടിക്കൂന്ന്. എനിക്ക് അങ്ങനെ വാക്യം ഉണ്ടെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ കേൾക്കുക. ആ ദിവസങ്ങളിലെല്ലാം ഈ വാക്യം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ ഇതൊരു വാക്യമാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യമായിട്ട്, പക്ഷെ അത് വചനമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. പക്ഷെ ഈ വചനം കേട്ട ഉടനെ എൻ്റെ ഉള്ളിൽ ഇത് വന്നു, ഐ ഹാവ് ടു സ്പീക്ക് ഔട്ട്. ഞാൻ എൻ്റെ കൈ തളർന്നായിരിക്കുന്നത്, പക്ഷെ ഐ റിമെമ്പർ ദിസ്. ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ചാരി കിടന്നിട്ട് ഞാൻ പറഞ്ഞു, നോ അച്ചാച്ച, ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുക. അപ്പൊ അച്ഛൻ വീണ്ടും ചോദിച്ചു, ആർ യു ഷുവർ? ഞാൻ പറഞ്ഞു, യെസ്, ഐ എം ഷുവർ, ഐ എം ഗോയിങ് ടു ഫാസ്റ്റ്.
എനിക്ക് ഒരു കാര്യം അറിയാം, ഇതുവരെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ദൈവം പറയുന്നത് ആരൊക്കെ അനുസരിച്ചിട്ടുണ്ടോ അവരനുസരിച്ചത് സാഹചര്യത്തെ നോക്കിയല്ല, അവരനുസരിച്ചത് ദൈവത്തെ നോക്കിയ. ബിക്കോസ് സാഹചര്യം നോക്കിയാൽ നമുക്ക് ദൈവം പറയുന്ന അനുസരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തെ നോക്കിയാൽ നമ്മൾ അനുസരിക്കും. That's how Abraham obeyed God. That's how Joseph obeyed God. That's how Hannah obeyed God. That's how David obeyed God. If you look into your circumstances, you will not be able to obey God. But when you look at the Lord who promised you who He is, you will be able to obey. That's the only thing I did. ഞാൻ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, എന്റെ കൈ ഇങ്ങനെ നേരെ നിൽക്കുന്നില്ല കേട്ടോ, കൈ തളർന്നാ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, ശേഷ നോ, ഐ എം ഗോയിങ് ടു ഫാസ്റ്റ്. ഒരു വട്ടം ഞാൻ പറഞ്ഞു, 2 വട്ടം ഞാൻ പറഞ്ഞു, 3-ാമത്തെ വട്ടം പറയാൻ ഞാൻ നാവെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്ട്രഗിൾ ചെയ്താ പറയുന്നത്. അച്ചാച്ചാ, ഞാൻ ഉപവസിക്കുകയും ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും, ഞാൻ ഈ വാഗ്ദത്ത സന്തതിയെ പ്രസവിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇവനെ ഞാൻ വളർത്തു എന്ന് പറഞ്ഞു. ഇത് പറയും പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് വന്നു. ഞാൻ അന്യഭാഷയെ സംസാരിക്കാൻ തുടങ്ങി. ഒരു വെള്ളം കുടിച്ചിട്ടല്ല, ഒരു എനർജി ഡ്രിങ്ക് അകത്ത് എന്നിട്ടല്ല, പക്ഷെ ആത്മാവിന്റെ ശരീരത്തിലേക്ക് വന്നിട്ട് എൻ്റെ ബലഹീന ശരീരത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിന്റെ നാഡി നരമ്പുകളിലേക്ക് ദൈവാത്മാവിന്റെ ശക്തി വരുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് ദൈവവചനത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നത്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി. ഇത് വന്ന ഉടനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, only one thing you have to do. ഇന്ന് തൊട്ട് അച്ഛൻ രാവിലെ എന്നും പ്രാർത്ഥിച്ച് എനിക്ക് ഓരോ ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു. ഐ ഡിഡ് ദിസ്. എന്റെ ഡെലിവറിക്ക് പോകുന്നതിന് അന്ന് വരെ ചെയ്തു. അച്ഛൻ എന്നും രാവിലെ പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് പച്ച വെള്ളം എനിക്ക് പ്രാർത്ഥിച്ചു തരും. ഒന്ന് ലൂക്ക്വാം, ലൈക്ക് ഒത്തിരി ചൂടുമല്ല ഒത്തിരി തണുപ്പുമല്ല, ഒരു ഇളം ചൂടുവെള്ളം പ്രാർത്ഥിച്ച് എനിക്ക് തരും. ആ പ്രാർത്ഥിക്കുന്ന എൻ്റെ അച്ഛനെ കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിപ്പിച്ചത്. ബിക്കോസ് ഐ വാണ്ട് ഹിം ടു ഗ്രോ ഇൻ ഫെയ്ത്ത്. പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജേണി കൂടെ പോയി. എൻ്റെ അച്ഛനെ ദൈവം കൂടെ നിർത്തി എൻ്റെ കൂടെ. ഈ ഒരു ട്രസ്റ്റ് ഒന്നോർക്കണേ, നേഴ്സാന്ന് ഓർക്കണേ. ഹീസ് ഓൾസോ എ നേഴ്സ്. 2 നേഴ്സുമാർക്ക് ഒരുമിച്ച് വിശ്വാസത്തിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അത് മെഡിക്കൽ പ്രൊഫഷണൽ ആവുന്നതുകൊണ്ട് പുള്ളി കാണുമോ സിംറ്റംസ്, ഞാൻ കടന്നു പോകുന്ന ക്ഷീണം കാണുമോ. അടുത്തൊരു തിങ്, സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമാണ്. ബിക്കോസ് ഞാൻ കാണുന്നതല്ല എന്നാന്നറിയോ, എന്തോ കാണുന്നതെന്നറിയോ, എൻ്റെ വെയിറ്റ് 130 പൗണ്ട്സേ ഉള്ളൂ. എൻ്റെ മമ്മി ഇവിടുന്ന് 3 മാസമുള്ളപ്പോഴാണ് പോകുന്നത്. എനിക്ക് 3 മാസമുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനെ മമ്മി പോകുമ്പോൾ എനിക്ക് 130 പൗണ്ട്സേ ഉള്ളായിരുന്നു. ഞാൻ ഫാസ്റ്റിംഗ് സെപ്റ്റംബറിൽ തുടങ്ങി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ 130 പൗണ്ട്സിൽ നിൽക്കുക. 1 ഗ്രാം പോലും കൂടുന്നില്ല. അപ്പൊ ഇത് നമുക്ക് ഡൗട്ട് വരുത്തും. അയ്യോ കർത്താവേ, എങ്ങനെയാ, കുഞ്ഞ് വളരുന്നില്ലേ? നവംബർ ആയപ്പോൾ താങ്ക്സ് ഗിവിംഗ് വീക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത അസൈൻമെന്റ് തരുക, ഇനി നീ ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ആഹാ, അത് അതിനൊക്കെ രസം. ഉച്ച വരെ കഴിച്ചിട്ട് എനിക്ക് ശരീരത്തിന് ആരോഗ്യമില്ലാത്ത പോലെ തോന്നുക. അപ്പൊ ഞാൻ ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയോ. ബട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഡു ഇറ്റ്, ഡു വാട്ട് ഐ സെഡ്, ഡു വാട്ട് ഐ സേ. ദൈവമക്കളെ, ടു ഇൻക്രീസ് യുവർ ഫെയ്ത്ത് ഐ എം ടെല്ലിംഗ് യു ദിസ്. ഐ ഒബേഡ് വാട്ട് ഗോഡ് സെഡ്. വിത്തൗട്ട് ഡൗട്ട് ഐ ഒബേഡ്. ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം പറയുന്നത് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് അനുസരിച്ച ദൈവം ഏതറ്റം വരെ അവർക്ക് വേണ്ടി പോകും. യു നോ വാട്ട് ഐ എം സേയിങ്? ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, യോവേൽ പ്രവാചകന്റെ പുസ്തകം എന്നും വായിക്കും. ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചു. ഇറ്റ്സ് ഓൾ ഹിസ് ഗ്രേസ്. ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നു. നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു. ഡിസംബർ മാസം ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴും 130 പൗണ്ട്സ്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ്, എൻ്റെ വെയിങ് മെഷീൻ്റെ തെറ്റാണെന്നാ തോന്നുന്നത്, വെയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെന്നാ തോന്നുന്നത്. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഓർത്ത്, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആൻറ്റിയെ കാണാൻ വേണ്ടി ഞാൻ പോയി. ആൻറ്റിക്ക് സർജറി കഴിഞ്ഞിരിക്കുമോ. ഞാൻ അങ്ങനെ പുറത്ത് അധികം ഇറങ്ങാറില്ല. പക്ഷെ അന്ന് ഞാൻ ഓർത്ത് ആൻറ്റിയെ കാണാൻ പോകണം. ഞാൻ ചെന്നു. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ ആൻറ്റി കിടക്കുന്ന മുറിയിൽ വെയിങ് മെഷീൻ്റെ അടുത്ത് ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ 130 പൗണ്ട്സ്. അപ്പം ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഈ വെയിങ് മെഷീൻ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പം ആൻറ്റി പറഞ്ഞു, അയ്യോ മോളെ, കറക്റ്റാ, പുത്തനാ, ഞങ്ങൾ എന്നും വെയിറ്റ് ചെക്ക് ചെയ്യുന്നതല്ലേ, ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആണോ. ഞാൻ പറഞ്ഞ, ആൻറ്റി കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി, അത് ഉറപ്പായിട്ട് കറക്റ്റാ 100. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, കുറയുന്നുമില്ല കൂടുന്നുമില്ല, 130 പൗണ്ട്സ്, 1 ഗ്രാം പോലും, അതാ ഞാൻ പറഞ്ഞു, ഒരു ഔൺസ് പോലും കൂടുന്നും കുറയുന്നുമില്ല. സോ ഐ വാസ് ലൈക്ക്, വാട്ട് ഇസ് ദിസ്? അപ്പൊ ദൈവം എന്നോട് പറയാം, ഐ വാണ്ട് ടു ടെസ്റ്റ് യുവർ ഫെയ്ത്ത്. ഞാൻ നിന്റെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുക മോളെ. നീ വെയിറ്റ് കണ്ടാൽ നിന്റെ ഉള്ളിൽ ചഞ്ചലിക്കുമെന്ന് എനിക്ക് അറിയണം. ചഞ്ചലിക്കുന്നുണ്ട്, കാരണം ഞാൻ നേഴ്സാ. എന്റെ നോളജ് എന്നോട് പറയുന്നുണ്ട്, കണ്ടോ, നീ ഫാസ്റ്റിംഗ് ഇരിക്കുന്നു, നിന്റെ വെയിറ്റ് ഒരു ദിവസം 1 ഔൺസ് പോലും കൂടുന്നില്ല. അതിന്റെ അർത്ഥം എന്നാ, നിന്റെ കൊച്ചു വളരുന്നില്ലെന്ന്. അതിലൂടെ രാത്രി ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കാണുന്ന എല്ലാം മെലിഞ്ഞിരിക്കുന്ന കൊച്ച്, വികൃതമായ മുഖമുള്ള കൊച്ച്, അസ്ഥിയും തൊലിയുമായുള്ള കൊച്ച്, ഇതൊക്കെയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് doubts in me. When your circumstances or your situation is not favorable for what you're doing,
your action, your steps of your action doesn't match with your situations. ദൈവം പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, ട്രസ്റ്റ് മീ, ഒബേ മീ. ഹീസ് നോട്ട് ഗിവിംഗ് മീ ദ ക്ലിയർ പിക്ചർ. ഒരു ബ്ലൂ പ്രിന്റ് ഫുള്ള് തന്നിട്ടില്ല. ഓക്കെ, നീ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആകട്ടോ എന്നൊന്നും പറയുന്നില്ല. സോ ഐ ഹാവ് ടു ടേക്ക് എവറി സ്റ്റെപ്പ് വിത്ത് ഫെയ്ത്ത്. അങ്ങനെ 9th മന്ത് കഴിഞ്ഞു. ജാനുവരി ആയി. ജാനുവരി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത കേട്ടോ, ഡോക്ടർ ഇല്ലല്ലോ, ഞാൻ നേഴ്സ് ആയതുകൊണ്ട് ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത എന്റെ ഇ ഡി ഡി 24 ജാനുവരി. പക്ഷെ 19th ആയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുക, നീ ഹോസ്പിറ്റലിൽ പോകണം ഡെലിവറിക്ക് വേണ്ടി. സോ എനിക്കൊരു ഡോക്ടർ ഇല്ല, ഞാനൊരു മരുന്നെടുത്തിട്ടില്ല, ചെക്കപ്പ് ഇല്ല, ഒന്നുമില്ല. ദൈവമക്കളെ, ചെല്ലുക. എനിക്ക് പെയിൻ പോലും ആയിട്ടില്ല. അപ്പൊ എനിക്കറിയാം പെയിൻ ഇല്ലാതെ അവർ അഡ്മിറ്റ് ചെയ്യത്തില്ലെന്ന്. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പോവാൻ. ഞാൻ ചെന്നു. രാത്രി 11:30 ആയി. വീട്ടിൽ നിന്ന് 10:30 ഇറങ്ങി, 11:30 ആയി. ഞാൻ ചെന്നു. എന്നെ നേഴ്സ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ എന്നോട് ഹൂ ഇസ് യുവർ പ്രൈമറി ഡോക്ടർ? ഞാൻ പറഞ്ഞു പ്രൈമറി ഡോക്ടർ ഇല്ല. ഡിഡ് യു ഡു യുവർ അൾട്രാസൗണ്ട്? ഞാൻ പറഞ്ഞില്ല. അപ്പൊ അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയി, ഇൻവെസ്റ്റിഗേഷൻസ് ആയി. എന്റെ അടുക്ക വരുന്നു സോഷ്യൽ സെക്യൂരിറ്റിക്കാർ വരുന്നു, ചോദ്യമായി, പറച്ചിലായി. ഞാൻ പറഞ്ഞു ഐ ഡിഡ്ന്റ് ഹാഡ് എ ചെക്കപ്പ്. റീസൺ എന്താ? ഞാൻ പറഞ്ഞു ആദ്യം എന്റെ പ്രശ്നം ഇൻഷുറൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് എ ചെക്കപ്പ് ബിക്കോസ് ഈവൻ ദോ ഐ കോൾഡ് എ ഡോക്ടർ, ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ഡോക്ടർ. അപ്പൊ അവർ പറയുക ഓക്കെ, സോ നമുക്ക് ഒരു അൾട്രാസൗണ്ട് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ആർ ഡൂയിങ് അൾട്രാസൗണ്ട് ചെയ്തിട്ട് എന്റെ മിഡ് വൈഫ് എന്നോട് വന്നിട്ട് പറയുക, ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ, വാട്ട് വാസ് യുവർ ഫസ്റ്റ് ബേബീസ് വെയിറ്റ്? നിന്റെ ആദ്യത്തെ കൊച്ചിന്റെ വെയിറ്റ് എന്താന്ന്? അപ്പോഴേ എനിക്ക് ഡൗട്ട് വരാൻ തുടങ്ങി. കർത്താവേ, എന്റെ ഫസ്റ്റ് കൊച്ചിന്റെ വെയിറ്റ് എന്തിനാ ഇവര് ചോദിക്കുന്നത്? പിന്നെ ഞാൻ പറഞ്ഞു എന്നോട് ടോക്ക് ചെയ്യരുത്, കാരണം എനിക്ക് ടെൻഷൻ കൂടിയാൽ എന്റെ ബ്ലഡ് പ്രഷർ ഡൗൺ ആവും. ഞാൻ അച്ഛനോട് പറഞ്ഞു പ്ലീസ് എനിക്ക് സംസാരിക്കണ്ട, യു ടോക്ക് ടു ഹിം. ഞാൻ ഒരു ഡോക്ടറോട് യു ടോക്ക് ടു മൈ ഹസ്ബൻഡ്, ബിക്കോസ് എനിക്ക് ടെൻഷൻ കയറാൻ തുടങ്ങി. കാരണം ഫസ്റ്റ് വന്ന് ചോദിക്കുന്ന എന്റെ ആദ്യത്തെ കൊച്ചിന്റെ വെയിറ്റാ. സോ എനിക്ക് പേടിയാവാൻ തുടങ്ങി, ലൈക്ക് വെപ്രാളം. കർത്താവേ എന്തുവാ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അപ്പോഴും ഞാൻ ആ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ, ട്രസ്റ്റ് മീ, ഒബേ മീ. എനിക്കറിയാം എന്റെ ലാസ്റ്റ് ആ വാക്തത്വം പ്രാപിക്കാനുള്ള സമയങ്ങളിലേക്ക് ഞാൻ വരികയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഇത്രയും മാസം വിശ്വാസത്തിലും ഉപവാസത്തിലും പോയ ആ ഒരു ജേർണി എനിക്ക് ലാസ്റ്റ് മൊമെന്റിൽ വന്ന് കളയണ്ട. ഐ സെഡ് നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ ടു മച്ച്. ഇതിന്റെ ഇടയ്ക്ക് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എന്റെ ശ്വാസമുട്ടൽ കുറഞ്ഞെന്ന് കേട്ടോ. ശ്വാസമുട്ടൽ മാറിയില്ല. ഞാൻ ഓർത്ത ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ശ്വാസമുട്ടൽ മാറുള്ളൂ. പക്ഷെ അന്ന് കർത്താവിനോട് സംസാരിച്ചൊരു വാക്യമുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പൊ ഞാൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കൃപ വേണ്ട, ഓക്സിജൻ മതി എന്ന്. കൃപ വേണ്ട കർത്താവ്, എനിക്ക് ഇച്ചിരി ഓക്സിജൻ തന്നാ മതി. കർത്താവ് പറയുന്നു കൃപയേ ഉള്ളൂ, കൃപ തരാം, ഓക്സിജൻ തരുന്നില്ല. ബട്ട് ഐ ഡിഡ്ന്റ് നോ വൈ. പക്ഷെ ദൈവം എന്നെ പഠിപ്പിക്കുമായിരുന്നു. എന്താണെന്നറിയോ, നമുക്ക് കഷ്ടത പ്രസംഗിക്കാൻ എളുപ്പം കേട്ടോ. പത്രോസും പൗലോസും ഒക്കെ ഈ ആരോടാ ദൈവം പറഞ്ഞ കൃപ മതി എന്ന്? പൗലോസിനോടാ. ശരിക്കും പൗലോസ് കൃപയല്ല ചോദിച്ചത്, പൗലോസ് ഹീലിംഗ് ആ ചോദിച്ചത്. പക്ഷെ ദൈവം പറയാ കൃപ തരാം. അന്ന് എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ട്. ഹി വാസ് ടീച്ചിങ് മീ ദാറ്റ് വേർഡ്സ്. അന്ന് വരെ എനിക്ക് ആ വാക്യത്തിന്റെ അർത്ഥം അറിയത്തില്ല. പരിശുദ്ധാത്മാ എന്നോട് പറയാം, മോളെ നിനക്ക് ഹീലിംഗ് തന്നിട്ട് നിന്റെ നിത്യത നിനക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതാ കൃപ തന്ന് നിന്നെ കൃപയിൽ നിർത്തുന്നത്. നമുക്ക് പലപ്പോഴും ഈ ഭൂമിയിലെ ഹീലിംഗ്സ് മതി. യു ഓൺലി നീഡ് ദ ആൻസേഴ്സ് ഫോർ ഇൻ ദിസ് വേൾഡ്. പക്ഷെ ചില സമയത്ത് ദൈവം ചില ആൻസേഴ്സ് നിനക്ക് തരത്തില്ല. എന്തിനാണെന്നറിയോ? ഗോഡ് നോസ് ദോസ് ആൻസേഴ്സ് ക്യാൻ ഡിസ്ട്രോയ് യുവർ ഇറ്റേണിറ്റി. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ചിലപ്പോൾ നിന്റെ ഇറ്റേണിറ്റിയെ നിന്നിൽ നിന്ന് അകറ്റാൻ പറ്റും. നിന്റെ നിത്യജീവനിൽ നിന്നെ അകറ്റാൻ പറ്റുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചിലത് ദൈവം പറയുക, ഇറ്റേണിറ്റിക്ക് തടസ്സമായ ഒരു പ്രാർത്ഥനകൾക്ക് ഞാൻ മറുപടി തരത്തില്ല. ആൻഡ് യു വിൽ നോട്ട് റിസീവ് ആൻ ആൻസർ വാട്ട് യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ആൻസർ കിട്ടിയെന്നും വരത്തില്ല. പക്ഷെ ദൈവം പറയാം എന്റെ കൃപ നിനക്ക് മതി, അത് ഏറ്റവും വലുതാ. ഐ ലേൺ ദാറ്റ്. എന്തുവാ ദൈവത്തിന്റെ കൃപയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും വാട്ട് ഇറ്റ് ഇസ്, ബിക്കോസ് ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ദൈവമക്കളോട് പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുക. എന്റെ ഡെലിവറി കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ദാനമായി തന്നു. ഡെലിവറി കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ നോക്കുന്നു പോലുമില്ല, കാരണം എനിക്ക് പേടിയാ, ഏത് രൂപമാ, സ്വപ്നത്തിൽ കണ്ട രൂപമാണോ എന്നുള്ളൊരു ചിന്ത. എന്നാൽ ദിസ് ഇസ് വാട്ട് ഗോഡ് ഷോഡ് മീ. എന്റെ ഹസ്ബൻഡ് ആ കുഞ്ഞിനെ അംബ്ലിക്കൽ കോഡൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞിനെ റാപ്പ് ചെയ്ത് എന്റെ കയ്യിലോട്ട് കൊണ്ട് എന്റെ ഹസ്ബൻഡ് കയ്യിലോട്ട് തന്നിട്ട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാ, യു വാണ്ട് ടു സീ യുവർ ഫാസ്റ്റിംഗ് ബേബി? നിന്റെ ഉപവസിച്ച പ്രാർത്ഥിച്ച കുഞ്ഞിനെ കാണുന്നു. ഹി വാസ് ആസ്കിംഗ് മീ ദിസ്, യു വാണ്ട് ടു സീ യുവർ ഫാസ്റ്റിംഗ് ബേബി? ഞാൻ പറഞ്ഞു യെസ്. എന്റെ കുഞ്ഞിനെ കൊണ്ട് എന്നെ നെഞ്ചത്തോട്ട് കിടത്തിയപ്പോൾ എനിക്കറിയാം ഞാൻ ഉദ്ദേശിച്ച കുഞ്ഞല്ല, കാരണം എന്തോ ഒരു ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിക്കറിയാം വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എത്രയാ വെയിറ്റ്? ഐ വാസ് അമേസ്ഡ്, ബിക്കോസ് എന്റെ ആദ്യത്തെ 2 കുഞ്ഞുങ്ങളും 7 പൗണ്ട്സേ ഉള്ളായിരുന്നു. പക്ഷെ ഈവൻ 8 pounds 3 ounce ഉണ്ടായിരുന്നു. 8 pounds 3 ounce. ഇന്നും ഞാൻ എന്റെ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എന്റെ 3ാമത്തെ കുഞ്ഞിനെ കാണുന്ന എല്ലാവരും പറയും ഹി ലുക്സ് സോ ഡിഫറെന്റ് എന്ന്. കാരണം കണ്ടാൽ തന്നെ പറയാനുണ്ട്. നമ്മൾ പറയത്തില്ല തക്കുട് ബേബി എന്നൊക്കെ പറയത്തില്ല, എക്സാക്ട്ലി ദ സെയിം. ഹി ഈസ് ചബ്ബി.
ഇവൻ ഇപ്പോഴും ചബ്ബിയാ. അപ്പൊ ഞാൻ പറയും, കർത്താവെ, കഴിച്ചിട്ടുണ്ടായ മക്കളിൽ മെലിഞ്ഞായിരിക്കുന്നു. നന്നായിട്ട് പ്രോട്ടീനും ന്യൂട്രീഷനും നോക്കി കഴിച്ച 2 മെലിഞ്ഞായിരുന്നേ. ഉണ്ടായപ്പോഴും മെലിഞ്ഞതാ, വളരുമ്പോഴും മെലിഞ്ഞതാ. ഞാൻ നോക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച കിട്ടിയ കൊച്ച് ഉണ്ടായപ്പോഴും തക്കിടുക, വളരുമ്പോഴും അവൻ തക്കിടുമായിട്ട് തന്നെ വളരുന്നു. അപ്പൊ ഞാൻ ഓർത്ത്, ഞാൻ ആ ഡിഫറൻസ് കാണാം. കർത്താവ് പറയാം, ഇങ്ങനെ ഇരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുസരിക്കുന്നവരുടെ തലമുറ ഇങ്ങനെ ഇരിക്കും. സോ ഹി വാസ് ടീച്ചിങ് മീ മറിയയുടെ പൈതലായ യേശു എങ്ങനെ വളർന്നത്. നിങ്ങൾ ഓർക്കും മറിയ നല്ല ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കഴിച്ച് നല്ല, ശരിക്കും നിങ്ങൾ മറിയയുടെ കൂടെ ജേർണി ചെയ്താൽ മനസ്സിലാവും. ഷി വാസ് അണ്ടർ പ്രഷർ, ഷി വാസ് അണ്ടർ ഓൾ ദി സ്ട്രെസ്. എലിസബത്തിന് പ്രായത്തിൻ്റെതായ പ്രയാസങ്ങൾ കാണും. ബട്ട് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ മക്കളെന്നറിയോ? ബിക്കോസ് ദേ ട്രസ്റ്റഡ് ഗാഡ് മോർ ദാൻ ദ മെഡിക്കൽ സയൻസ്. നമുക്ക് ഇന്ന് പറ്റുന്നത് നമ്മൾ കൂടുതൽ നമ്മുടെ മാനുഷിക ബുദ്ധികൾക്ക് സ്ഥാനം കൊടുക്കും. ആൻഡ് യു സ്പീക്ക് ഔട്ട് ദാറ്റ്. നിങ്ങൾ ജീവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. അന്ന് തൊട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമുണ്ട് ഫാസ്റ്റിംഗിൽ. തേർഡ് തിങ്, ഒന്ന് ഞാൻ പറഞ്ഞു ട്രസ്റ്റ് ഗാഡ്, ഒബേ ഗാഡ്. സെക്കൻഡ് തിങ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. മൂന്നാമത്തെ തിങ്, ദൈവം എന്നോട് പറഞ്ഞ അടുത്തൊരു കാര്യം, എല്ലാ ദിവസവും എനിക്ക് എൻ്റെ കയ്യിൽ ഞാനൊരു കുപ്പി എണ്ണ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യം, എന്നും നീ ആ എണ്ണ പ്രാർത്ഥിച്ച് നിന്റെ വയറെ പെരട്ടണമെന്ന് പറഞ്ഞു. ഐ ഡിഡ് ഇറ്റ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പ്രവചിക്കാൻ പറഞ്ഞു തലമുറയെ നോക്കി. ബൈ ഫെയ്ത്ത് ഈ കുഞ്ഞ് ജീവനോടെ പുറത്ത് വരുമെന്ന് ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, സ്പീക്ക് ഔട്ട്. നീ പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ. അതാ ഞാൻ പറയാം, യെശയ്യാവ് 57:19, ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ്. നീ എന്ത് പറയുന്നു അത് നടക്കും. അന്ന് തൊട്ട് ഞാൻ പറഞ്ഞൊരു പ്രവചനം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ കുഞ്ഞ് വയറിലോട്ട് കൈവച്ചിട്ട് എന്നും പറയാൻ തുടങ്ങി, ഇവൻ ഐശ്വര്യമുള്ള മിടുക്കനായ ഒരു ആൺകുഞ്ഞായി ഈ കുഞ്ഞ് പുറത്തു വരും. ഇവൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വളരും. ഇവൻ കർത്താവിന്റെ ഒരു അഭിഷിക്തനായി വളരും. ഈ കുഞ്ഞ് പുറത്തു വരുമ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുമാറ്, ഇത് ഉപവസിച്ച കുഞ്ഞാണെന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഇവൻ ഒരു അത്ഭുത ശിശുവായി പുറത്തു വരും എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ നടന്നു. എന്റെ ഡോക്ടർ പിറ്റേ ദിവസം വന്ന് ടെസ്റ്റിമണി പറഞ്ഞു. ബിക്കോസ് ഡോക്ടർ പറഞ്ഞൊരു കാര്യം, നിന്റെ യൂട്രസിനകത്ത് ഈ കുഞ്ഞിനെ കിടക്കാൻ 1 ഇഞ്ച് പോലും സ്ഥലമില്ലായിരുന്നു. യു കെയിം ഓൺ റൈറ്റ് ടൈം. എന്നോട് എന്റെ ഡോക്ടർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിനക്ക് എങ്ങനെ തോന്നി, ഈവൻ ദോ നിനക്ക് പെയിൻ ഇല്ലാഞ്ഞിട്ട് നീ എന്തിനാ ഹോസ്പിറ്റലിൽ വന്നെന്ന് ചോദിച്ചു. ബിക്കോസ് എന്റെ ഡോക്ടർ ആരാ, എന്റെ ഗൈനക്കോളജിസ്റ്റ് ആരായിരുന്നു അറിയോ? ഫോർ ഹോൾ പ്രഗ്നൻസി, ഹോളി സ്പിരിറ്റ്. ഞാൻ എന്റെ ഡോക്ടറോട് ഞാൻ പിറ്റേ ദിവസം ടെസ്റ്റിമണി പറഞ്ഞു, ഹോളി സ്പിരിറ്റ് പറഞ്ഞിട്ടാണ് വന്നത്. ഷി വാസ് ലൈക്ക്, വാവ്, ദാറ്റ്സ് സോ ഗുഡ്. എന്നിട്ട് ഡോക്ടറിനോട് പറയാം, ബിക്കോസ് ഹി ഈസ് ദ ബെസ്റ്റ് കൗൺസിലർ. ഹോളി സ്പിരിറ്റ് ഇസ് ദ ബെസ്റ്റ് കൗൺസിലർ. എന്റെ ഡോക്ടർ പറയാ, 1 ഇഞ്ച് സ്ഥലമില്ലായിരുന്നു. 4 ഡേയ്സും കൂടെ കുഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നേ, നിന്റെ യൂട്രസിനകത്ത് സ്ഥലമില്ലായിരുന്നു. ഹി ഷുഡ് ഹാവ് പാസ്ഡ് മെക്കോണിയം. യു കെയിം ഓൺ റൈറ്റ് ടൈം. എന്റെ യൂട്രസ് ഫുൾ കൊച്ചായിരുന്നു, അത്ര നിറഞ്ഞു കിടക്കുമായിരുന്നു കൊച്ച്. സോ ഐ വാസ് ലൈക്ക്, വാവ്, ദൈവമേ, നീ എത്ര വലിയവനാ എന്റെ കർത്താവ്. എന്റെ ഹസ്ബൻഡ് അത് കാണുക, എന്റെ ഹി വാസ് സീയിങ്, ഹിസ് വിറ്റ്നസിങ്. എന്റെ മമ്മി, എന്റെ കൂടെയുള്ളവർ, എന്റെ ചർച്ചിലുള്ളവര്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ചർച്ചിലുള്ളവരെന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും എനിക്കൊരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, കുഞ്ഞുങ്ങൾ. അതിലൊരു 2 പിള്ളേർ ഹിന്ദു കുഞ്ഞുങ്ങളാണ്. അവർ വിശ്വാസത്തിലോട്ട് വന്നിട്ടേ ഉള്ളൂ. അവര് കാണുക, വിശ്വാസം കാണുക, അവര് വിശ്വാസം പ്രസംഗിക്കുവല്ല, ദേവർ വിറ്റ്നസിങ്. കാരണം ആ 7 ദിവസം നവംബറിൽ ഞാൻ ഒരു നേരം മാത്രം കഴിച്ച് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ കണ്ടതാ. അവർ പറയുന്നുണ്ട്, ചേച്ചി പ്രഗ്നന്റ് അല്ലേ, ചേച്ചി എന്താ ഫുഡ് കഴിക്കാത്ത. ഞാൻ അന്ന് അവരോട് പറഞ്ഞില്ല, ബിക്കോസ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇവർ ഇവരുടെ പേരൻസിനോട് എങ്ങാനും പറയുമോന്ന്. അച്ഛൻ ചേച്ചി ഫാസ്റ്റിംഗ് ആവട്ടെ, ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു നോ ദാറ്റ് ഐ വാസ് ഫാസ്റ്റിംഗ്. പക്ഷെ ഒരു മോക്ക് അറിയായിരുന്നു ഞാൻ ഫാസ്റ്റിംഗ് ആണ്, ബിക്കോസ് ഷീ ന്യൂ ദാറ്റ് ഐ വാസ് ഗോയിങ് ത്രൂ ദാറ്റ് സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ അവൾ എന്നോട് പറയും, ചേച്ചി, എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ ടെസ്റ്റിമണി ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ പിള്ളേർക്ക് എത്രയുണ്ട്, 18, 20, 23 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. അവരെന്നോട് പറയാം, ചേച്ചി, ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾ പ്രഗ്നന്റ് ആയാൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചായിരിക്കും ഞങ്ങളുടെ തലമുറകളെ നേടുന്നത്. ഞാൻ പറഞ്ഞു, യെസ്, ദാറ്റ്സ് വാട്ട് ഗോഡ് നീഡ്സ്. ഇന്നത്തെ തലമുറയിൽ ദൈവത്തിന് വേണ്ടത് കർത്താവ് പറയുന്നത് അനുസരിച്ച് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കുന്ന അമ്മമാരെയാ. പക്ഷെ ഇന്ന് നമ്മൾ എങ്ങനെയാ, വേർ ആർ യു ഇൻ ദിസ് ജേർണി? നമ്മൾ എങ്ങനെയാ ഹൈ ന്യൂട്രീഷ്യസ് ഫുഡും കഴിച്ച് ഏറ്റവും ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റിനെയും കണ്ട് പരിശുദ്ധാത്മാ പറഞ്ഞ പരിശുദ്ധാത്മാ കുറച്ച് നാളത്തെ ഇങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കുക. ഞാൻ ഡോക്ടർ പറയുന്നത് കേൾക്കട്ടെ, ഇന്ന സ്പെഷ്യലിസ്റ്റ് പറയുന്നത് ഞാൻ കേൾക്കത്തുള്ളൂ. 10 റെഫറൽസും മേടിച്ച് നമ്മൾ ജേർണി മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ നമ്മൾ എപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നതെന്നറിയും? ഈ ബുദ്ധിയുള്ള ഡോക്ടേഴ്സ് നമ്മളെ കൈവിടുമ്പോൾ, നമ്മുടെ തലമുറകളുടെ കേസിൽ കൈവിടുമ്പോൾ, തലമുറ രോഗത്തിൽ കൂടെ പോകുമ്പോൾ കൈവിടുമ്പോൾ നമ്മൾ പറയും, കർത്താവ്, ഇനി എന്നെ രക്ഷിക്കാവോ, എന്റെ മെഡിക്കൽ സയൻസ് പോയിട്ട് പോയെന്ന്. പക്ഷെ കർത്താവ് പറയുക, മക്കളെ, ദ ബിഗിനിങ് ഓഫ് യുവർ ജേർണി കം ടു മീ. എന്റെ അടുക്ക വാ. ഐ എം ദെയർ ടു ഹെൽപ്പ് യു. പാടാ, ആ ജേർണി പാടാ. ടു ട്രസ്റ്റ് ആൻഡ് ഒബേ, ഇറ്റ്സ് ഹാർഡ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുക.
നിങ്ങളെ അറിയാത്ത, നിങ്ങളുടെ ഹിസ്റ്ററി അറിയാത്ത, നിങ്ങളുടെ പാസ്റ്റ് അറിയാത്ത, നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാത്ത ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു കൺസെന്റ് ഒപ്പിട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളെ കിടക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ലൈക്ക് ഡോക്ടർ പറയാം നിന്റെ ഓർഗൻ മുറിച്ചു കളയണം, എന്നാ മുറിച്ചോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചങ്ങ് കൊടുക്കുക അല്ലേ? ഇല്ലേ? നമ്മളെല്ലാവരും അങ്ങനല്ലേ? പക്ഷെ നിന്റെ ഫ്യൂച്ചർ അറിയാവുന്ന, നിന്റെ പാസ്റ്റ് അറിയാവുന്ന, നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞ ദൈവം പറയുന്ന ഒരു കാര്യം, ഹൗ മച്ച് മോർ യു ലിസൺ ആൻഡ് ഒബേ. ദൈവം പറയാ എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞ, ഇല്ല കർത്താവ് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. സോ തിങ്ക് ഹൗ മച്ച് ദൈവം എത്രത്തോളം നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെന്ന് ഓർത്തേ. പക്ഷെ നമ്മൾ വരും ദൈവസന്നിധിയിൽ എപ്പോഴാണെന്നറിയോ? ഈ ബുദ്ധിയുള്ള ഡോക്ടേഴ്സിന്റെ കൈ പിഴച്ചു കഴിയുമ്പോൾ. എത്രയോ പേരുടെ ടെസ്റ്റിമണി ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്നുണ്ട്. റോബോട്ടിക് സർജറി ഫെയിൽ ആയവർ, ഡോക്ടർമാർ കൈ ഒഴിഞ്ഞു, സർജറി ചെയ്ത് തോറ്റ്, ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് തിരിയും. ആൻഡ് വി ക്യാരി എ നെയിം, എന്തുവെന്നറിയോ? ബിലീവേഴ്സ്. പക്ഷെ പേരുണ്ട് ഇപ്പോഴും, പെർഫ്യൂം ബോട്ടിലിൽ പേര് പെർഫ്യൂം, പക്ഷെ അകത്ത് പെർഫ്യൂം ഇല്ല, കാറ്റ. മനസ്സിലാവുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ശരിക്കും നമ്മൾ ആ പേരിന് അർഹരാണോ? വിശ്വാസി, എ ചൈൽഡ് ഓഫ് ഗാഡ്. നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആരെയെന്നറിയോ? മനുഷ്യരെ. അതുകൊണ്ടാണ് ബൈബിളിലെ മധ്യവാക്യമായ സാംസ് 118 അത് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. ഞാൻ മെഡിക്കൽ സയൻസിനെ താഴ്ത്തി കിട്ടുകയല്ലോ കേട്ടോ. ഈവൻ ദോ ഐ എം എ നേഴ്സ്, ഈവൻ ദോ മൈ ഹസ്ബൻഡ് ഇസ് എ നേഴ്സ്, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മോർ ദാൻ മെഡിക്കൽ സയൻസ്, ട്രസ്റ്റ് യുവർ ക്രിയേറ്റർ. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം നിന്റെ കേടുപാട് എവിടാണ്. ഹി നോസ് മച്ച് ബെറ്റർ ദാൻ യുവർ ഡോക്ടർ. ആൻഡ് വെൻ ഹി ഡസ് തിങ്സ്, ഹി ഡസ് ഇറ്റ് ഇൻ ദ പെർഫെക്റ്റ് വേ. And he needs us to obey him and trust him. സോ നിങ്ങൾ എന്ത് വാ തുറന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞേ, ഞാൻ അധരങ്ങളുടെ പല സൃഷ്ടിക്കുന്നു പറഞ്ഞു. എൻ്റെ ഈ ജേണി ദൈവം എന്നെ പഠിപ്പിച്ചത്, എന്താണോ നീ നിന്റെ തലമുറയെ നോക്കി പറയുന്നത്, എന്താണോ നീ നിന്റെ സിറ്റുവേഷനെ നോക്കി പറയുന്നത്, നീ നിന്റെ സിറ്റുവേഷനെ നോക്കിയിട്ട് ഐ വിൽ ഓവർകം ദിസ്, ഗാഡ് വിൽ ഹെൽപ്പ് മീ ടു ഓവർകം ദിസ്, ഈ വിഷയത്തിൽ ഞാൻ പുറത്തു വരുന്നു, നീ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഗാഡ് ടെൽസ് അതിന്റെ ഫലം നീ തിന്നും. സദൃശ്യവാക്യം 18 പറയുന്ന വാക്യം ഞാൻ ഒന്നുകൂടെയും വായിക്കുക. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം തിന്നും. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ലവ്സ് ലൈഫ്, ജീവൻ ഇഷ്ടപ്പെടുന്നവർ ജീവൻ പറഞ്ഞാൽ ജീവൻ കിട്ടും. മരണം ഇഷ്ടപ്പെടുന്നവർ മരണത്തിന്റെ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് മരിച്ചു പോയത്. ഞാൻ ചോദിക്കും ഉള്ളിലുണ്ടായിരുന്നു ചോദിക്കും. ദർ ആർ പീപ്പിൾ ഹു ജസ്റ്റ് സ്പീക്ക് ഇറ്റ് ഔട്ട്. ഉള്ളിലൊന്നും പ്രാർത്ഥന മറ്റൊന്നുള്ളവരും ഉണ്ട്. അതൊരു വലിയൊരു സീക്രട്ടാണ്. ഉള്ളിലൊന്നാ, പക്ഷെ പ്രാർത്ഥന ഭയങ്കര നല്ല രസമാണ്. പെന്തിക്കോസ്താരുടെ പ്രാർത്ഥനയൊക്കെ നല്ല രസമല്ലേ? നല്ല പ്രാസം ഒപ്പിച്ചു, നല്ല കട്ടി വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ ഹൃദയത്തിൽ നിന്നാണോ ആ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ നോ, ഇറ്റ് ഈസ് നോട്ട്. ആക്ച്വലി ഗാഡ് നോസ് യുവർ ഹാർട്ട്. ചെല്ലി പറഞ്ഞാൽ എത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി ഇല്ലെന്ന്. യു നോ വൈ? ബിക്കോസ് യുവർ തിങ്സ് ഇൻ യുവർ ഹാർട്ട് ഇസ് ഡിഫറെന്റ് ദാൻ യുവർ വേർഡ്സ്. ഹൃദയത്തിൽ വേറൊന്നാ, പക്ഷെ പ്രാർത്ഥിക്കും, മറ്റുള്ളവർ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര നല്ല സൂപ്പറായിട്ട് പ്രാർത്ഥിക്കും. ബട്ട് ആക്ച്വലി ഇറ്റ് ഡസന്റ് അലൈൻ ഈച്ച് അതർ. സോ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. പ്രാർത്ഥന സത്യമുള്ളതായിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞു കവിയുന്നതാവാ സംസാരിക്കുന്നത്. സോ വെൻ യു പ്രേ, വെൻ യു ലീഡ് യുവർ ക്രിസ്ത്യൻ ലൈഫ്, അണ്ടർസ്റ്റാൻഡ് ദിസ്, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ആൻഡ് ഡെത്ത് കംസ് ഫ്രം യുവർ മൗത്ത്. നിങ്ങളുടെ ജീവൻ, മരണവും നിങ്ങളുടെ നാവിൽ തന്നെ. നിങ്ങൾ എന്ത് സംസാരിക്കുന്നോ, എന്ത് ആഗ്രഹിക്കുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. സോ നിങ്ങളുടെ ചലഞ്ചസിനെ നോക്കി, നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കി നെഗറ്റീവ് പറയാതെ സേ മൈ ഗാഡ് ഇസ് ഗുഡ്, ഹി വിൽ ബ്രിങ് മീ ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം, ഹി വിൽ ബ്ലസ് മീ ആൻഡ് ഹി വിൽ ഗൈഡ് മീ എന്ന് നിങ്ങൾ പറയണം. ഇത് പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? എന്ത് പറ്റുമെന്നറിയാമോ? യു വിൽ ഫേസ് ചലഞ്ചസ്. നിങ്ങൾ കോൺസിക്വൻസസിനെ ഫേസ് ചെയ്യും. ഞാൻ ഒന്നും കൂടെയും പറയുക, വീണ്ടും പറയുക, അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. You are the child of God. And what a child of God should do, what your father does. നിങ്ങളുടെ അപ്പൻ ചെയ്യുന്ന നിങ്ങളും ചെയ്യേണ്ടത്. അപ്പം പറയുക, സൃഷ്ടിപ്പാ പറയുന്നത്, ഉണ്ടാകട്ടെ, ഉണ്ടായി. നാവിന് ഭയങ്കര ശക്തിയാ. അതുകൊണ്ട് എസ്കേലിനോട് ദൈവം പറഞ്ഞത്, അസ്ഥിയുടെ താഴ്വരയിൽ പോയി നീ പ്രവചിക്കാൻ. പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, പ്രവചിക്കാനാ പറഞ്ഞത്. നമ്മളായിരുന്നു പ്രാർത്ഥിച്ചേന്, കർത്താവെ പറ്റുമെങ്കിൽ ഈ അസ്ഥികളെ ജീവിപ്പിക്കണേന്ന്. പ്രവചനം ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. പ്രവചനം എന്ന് പറഞ്ഞാൽ നടക്കട്ടെ എന്നാ പറയേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ? അപേക്ഷയല്ല പ്രവചനം. പ്രവചനം സ്റ്റേറ്റ്മെന്റാ. നടക്കട്ടെ, ഉത്ഭവിക്കട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ, അതാണ് പ്രവചനം. സോ ദൈവം എസ്കേലിനോട് പറഞ്ഞത് പ്രവചിക്കാനാ. വായ്, നീ പറഞ്ഞാൽ നടക്കും. സോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കണം. എൻ്റെ കുഞ്ഞ് പഠിക്കും, അവൻ മിടുക്കനാവും, അവന്റെ ഗ്രേഡ് ഹൈ ആവും, അവൻ നല്ല രീതിയിൽ പഠിക്കും, അവന്റെ ബുദ്ധി വളരും.
നിങ്ങളുടെ ഹസ്ബൻഡിനെ നോക്കി നിങ്ങൾ പ്രവചിച്ചാട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കി ഇല്ല, ഞങ്ങളുടെ കുടുംബജീവിതം ദൈവം മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ നാഥൻ കർത്താവാണ്, ഞങ്ങളെ കർത്താവ് നടത്തും, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയവ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് പ്രവചിച്ചു നോക്കിയ ദൈവമക്കളെ, ഞാൻ പറയാം, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവീതി ഞാൻ പറയുക, നെഗറ്റീവ് പറയരുത്. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം തിന്നൂന്ന്. സോ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും നെഗറ്റീവ്. അപ്പൊ സിസ്റ്റർ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ നടക്കാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ, പ്രാർത്ഥിക്കുകയും ചെയ്യണം, പ്രവചിക്കുകയും ചെയ്യണം. ഇറ്റ് ഷുഡ് ഗോ ടുഗെദർ. പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ സിറ്റുവേഷൻ ബാഡ് ആവും, പ്രവചിക്കണം. പ്രാർത്ഥനയും വേണം, പ്രവചനവും വേണം. നിങ്ങൾ പ്രവചിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ നിങ്ങൾക്ക് അതിന്റെ ഹാർവസ്റ്റ് കാണാൻ പറ്റും. പ്രവചിക്കുന്നത് എടുത്തേ നോക്കിയ, നെഗറ്റീവിനെ നോക്കിയ, ഉണങ്ങിയ അസ്ഥികളെ നോക്കിയ ഹെസ്കേൽ പ്രവചിച്ചത്. അതുപോലെ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ പ്രവചിക്കുക. ഞാൻ 100% വിശ്വാസത്തോടുകൂടെ പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉത്തരം വരണം. നിങ്ങളുടെ വിഷയങ്ങളിൽ ഉത്തരം വരണം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉത്തരം വരണം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ പോലും ചേഞ്ചസിനെ ദൈവം വരുത്തി. കർത്താവ്, എന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, ഞാനൊരു വിശ്വാസിയായി തീരട്ടെ, എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ കർത്താവ് എന്ന് നിങ്ങൾ ഓരോ വട്ടവും പറയുമ്പോഴും പരിശുദ്ധാത്മ പറയുക, നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കും. നിങ്ങൾ അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി ദൈവം നിങ്ങളെ നിർത്തും. ആകയാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ മേൽ അധികമായി വിശ്വാസത്തിന്റെ വേരിൽ വളരുവാൻ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വളരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാതിശക്തിയോട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയ അക്സ പീറ്റേഴ്സണിൽ കൂടെ. ഇവിടെ നമ്മുടെ സഹോദരിമാർ പലരും പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു ബലമായി ഞാൻ വിശ്വസിക്കുന്നു. ചിലരൊക്കെയും ഈ ശ്വാസമുട്ടലിന്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കും ഈ എക്സയുടെ സാക്ഷ്യം വലിയൊരു ബലമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നമ്മുടെ ഹൃദയം വായിൽ നിന്ന്, അല്ലെ ഹൃദയം എന്താണ് നിറഞ്ഞു കവിയുന്ന എന്താണ്, അതാണ് വായിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം ആഴമായി വർദ്ധിച്ചുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തോടെ നമ്മുടെ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് നമുക്ക് ഇടയാക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ഷൈനി ലിജോ പ്രാർത്ഥിച്ച് നിർത്തുന്നതായിരിക്കും. നമ്മൾക്ക് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത അക്സ പീറ്റേഴ്സണും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഷൈനി പ്രാർത്ഥിക്കുന്നതായിരിക്കും. Amen. Hallelujah. Hallelujah. Let us all close our eyes. Heavenly loving Father, we praise you. We thank you, O God, for your word that thou hast, O God, given to us, O God, through your servant, O Lord Jesus. Hallelujah, Father God. How clearly and how deeply thou hast spoken to our hearts, O God. Hallelujah. Father God, help us, O God. Hallelujah. Let those words, O God, instill in our hearts, O God. Hallelujah. Help us, O God, Lord Jesus, to declare the words of faith, O God, every time we come across a situation, O God, that may seem negative, that may seem and bring discouragement, oh God, and disappointment. Lord, that we may declare your word, oh God, that we may declare faith in you, oh God. Hallelujah. Help our hearts, oh God. Hallelujah. Oh Lord, mold our hearts, oh God. Hallelujah. Remove every unbelief, oh God, from our hearts, oh Lord Jesus, in these days, oh God. In these days, oh Lord Jesus, where, oh God, there are troubles and trials, oh God, Lord Jesus. Let not our heart, oh God, be discouraged, but let our hope be in you, oh God. Hallelujah. Lord, you spoke to us, oh God, about our lips, oh Lord Jesus. Father God, cleanse our lips, oh Lord Jesus. Cleanse our hearts, oh God. And as your word says, whatever is in your heart, your lips will proclaim. Lord, cleanse our hearts so that we may proclaim the good things that the Lord has put in our hearts, oh God. Hallelujah, Father God. Lord, we once again thank you, oh God, for speaking to our hearts, for encouraging us, oh God, through your word, oh God. We thank you, oh God, for bringing, oh God, Sister Raksa, oh God, into our midst, oh God. Lord, we ask you that, oh God, that you may have,
Oh Lord Jesus, hallelujah, that you may pour your grace upon her, oh God, as she goes, oh God, and does your ministry, oh God. Let your name alone be glorified through her, oh God. Use her, oh God, hallelujah, mightily for your name, oh God, and raise up a generation, oh God, that will, oh God, hallelujah, declare your word, oh God, in this dark world, oh God, that everybody, oh God, present, oh God, here in this meeting may be a light, oh God, hallelujah, for your name alone and alone, oh God. We thank you once again, oh God, into your mighty hands, oh God. We commit our spirit, soul, and body. In Jesus' name we pray. Amen. നമുക്ക് ഇത്രത്തോളം സമയം സുമില് ദൈവവചനം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. സുമിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.